അണകവിയുന്ന അഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. തേച്ചു മിനുക്കും തോറും കാന്തിയും മൂല്യവും ഏറി വരുന്ന ശില്പം പോലെ, എത്ര കേട്ടാലും മതിവരാത്ത കഥാസാഗരം പോലെ, എത്ര ചിന്തിച്ചാലും അന്തമില്ലാതെ നീളുന്ന വിസ്മയം പോലെയുള്ള ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുക്കെ പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എന്തായാലും കുറച്ച് സമയം ഇങ്ങനെയൊരു സന്നിധിയിൽ നിന്നുകൊണ്ട് ഗുരുവിനെയും ഗുരുവിലൂടെ എങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പിക്കാം എന്ന വിഷയത്തിൽ നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. എവിടം വരെ എത്തും എന്നൊന്നും ഒരിതില്ല. നമുക്ക് ശ്രമിക്കാം, ഒരു കരയെത്താൻ നമുക്കൊരു ശ്രമം നടത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 3744 നമ്പർ ശാഖയുടെ പോഷക സംഘടന 1478 നമ്പർ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഈ ഇടവ മാസത്തിലെ ചതയം ദിനത്തിൽ ഇങ്ങനെ ഒത്തുചേരുവാനും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അരുളി ചെയ്ത പോലെ സംഘടന കൊണ്ട് ശക്തരാകുവാനാണ് പറഞ്ഞതല്ലേ. അങ്ങനെ ഒരു കുടയുടെ കീഴിൽ എന്നവണ്ണം നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഭഗവാന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംവദിക്കാം. എന്നെ ഇന്ന് ഇങ്ങോട്ട് ക്ഷണിച്ച ഈ ശാഖായോഗത്തിൻ്റെ ഇവിടുത്തെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അതോടൊപ്പം തന്നെ വനിതാ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അതിൻ്റെ പ്രവർത്തകർ, ശാഖായോഗത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹവും ഞാൻ വന്നപ്പോൾ പരിചയപ്പെട്ടവൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. ഞാനും ഫോട്ടോഗ്രാഫറാണ്, അദ്ദേഹവും ഫോട്ടോഗ്രാഫറാണ്. ഞാൻ ഇപ്പോഴും ഈ ഗുരുപദൻ ടി വിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. മറ്റേ എനിക്ക് സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് സ്റ്റുഡിയോ. അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ സന്തോഷം, അദ്ദേഹത്തെയും പരിചയപ്പെടാൻ സാധിച്ചു. ഇന്നെന്തായാലും വളരെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ധാരാളമുള്ള ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ പറയുവാൻ കാരണം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഗുരുവിൻ്റെ സശിഷ്യനായ അയ്യപ്പപിള്ള എന്ന നാമധേയനായിരുന്ന, പിന്നീട് ശ്രീനാരായണ ചൈതന്യസ്വാമിയായി മാറിയ ചൈതന്യസ്വാമികൾ രചിച്ച ഗുരുപുഷ്പാഞ്ജലി മന്ത്രമാണ് നമ്മളിവിടെ പ്രാർത്ഥിച്ചത്, പ്രാർത്ഥന കൊണ്ട് സമർപ്പിച്ചത് അല്ലേ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഗുരുവിൻ്റെ സശിഷ്യൻ എഴുതി ഗുരുവിനെ സമർപ്പിച്ചതാണ്. ദാ ഞാൻ എഴുതിയിരിക്കുന്നു, സ്വാമി നോക്കി ഇതിൻ്റെ തെറ്റ് തിരുത്തി തരണം എന്ന് പറഞ്ഞ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളിൽ നേരിട്ട് കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം എന്ന രൂപത്തിൽ ചൊല്ലിയത്. എത്ര ആൾക്കറിയാമെന്ന് എനിക്കറിയില്ല. കാര്യം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉണ്ടോ എന്നൊക്കെ നമ്മളുടെ വേദിയിൽ നമ്മൾ വിളിക്കുന്ന രാഷ്ട്രീയക്കാർ വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ കൈയടിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൂചിപ്പിച്ചത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഇപ്പം ചൊല്ലിയതല്ലേ, ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ അല്ലേ, സംസാരതാപ ശമനായ നമ, മനുഷ്യ വിഗ്രഹായ നമ, സത്വഗുണോത്തമായ നമ അല്ലേ. അങ്ങനെ അങ്ങോട്ട് പോവല്ലേ. ഏറ്റവും അവസാനം വന്നിട്ട് 108ാമത്തെ മന്ത്രമായിട്ട് ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമ എന്ന് പറഞ്ഞ് തീർത്തത് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് കണ്ടതാന്നീ. ഗുരു അത് തെറ്റിതിരുത്തി കൊടുത്തതാന്നീ. ഗുരുവിന് പറയത്തില്ലായിരുന്നോ നീ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത്, ഇതൊന്നും ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയില്ലായിരുന്നോ? പറഞ്ഞില്ല. നമ്മൾ പഠിക്കണം കേട്ടോ. നമ്മൾ പ്രാർത്ഥന മാത്രമല്ല, അതോടൊപ്പം തന്നെ പഠനവും, ഗുരുവിനെ പഠിക്കുവാനും കൂടി നമ്മൾ തയ്യാറാവണം. നമ്മൾ ഗുരുവിനെ പഠിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇന്നലെ ആലുവയിൽ 3 വയസ്സുള്ള ഒരു കുട്ടി നമ്മളുടെ ശാഖായോഗാംഗമാണ് അല്ലേ. ഈ അടുത്ത കാലത്ത് ഉണ്ടായ വിവിധ സംഭവങ്ങൾ എടുത്തു നോക്കിയോ, ഏറ്റവും കൂടുതൽ ഈഴവരാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താണ്? നമുക്ക് പഠനമില്ല കേട്ടോ. നമ്മൾ എല്ലാ ആഴ്ചയും കുറച്ച് പ്രാർത്ഥന ചൊല്ലും, വീട്ടിൽ ചൊല്ലിയാലായി, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അവസ്ഥ.
മാറിയേ പറ്റുള്ളൂ. നമ്മൾ ഗുരുവിനെ പഠിക്കുവാനും ഗുരുവിൻ്റെ സ്വരൂപത്തെ അറിയുവാനും നമ്മൾ തയ്യാറായേ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങളിൽ, നമ്മളിങ്ങനെ കൂടുന്ന ശാഖായോഗത്തിൻ്റെ സംഗമങ്ങളിലൊക്കെ നമ്മളുടെ കുടുംബം, അല്ലേ, ഇന്നത്തെ എൻ്റെ വിഷയം തന്നെ കുടുംബ ഭദ്രത എന്നാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന എത്ര കുടുംബമുണ്ട് ഇവിടെ? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഒരാളെങ്കിലും കൈപ്പൊക്കുവോ? വീട്ടിലുള്ള മുഴുവൻ ആളുകളും വന്നത്? നമ്മളുടെ വീട്ടിൽ ഉള്ള മുഴുവൻ ആളുകളും, അച്ഛനും അമ്മയും, വീട്ടിലുള്ള, ഗൾഫിലൊക്കെ ഉള്ളത് പോട്ടെ, ജോലിക്ക് പോയവർ പോട്ടെ, എത്ര പേരുണ്ട്? ഒന്ന് പറ. ഒന്നോ രണ്ടോ ആളുകളാണുള്ളത്. പിന്നെ എങ്ങനെ നമ്മൾ കുടുംബത്തിൻ്റെ ഭദ്രത ഉണ്ടാവും? ഒന്നാലോചിച്ചേ. നമ്മൾക്ക് ഇഷ്ടം പോലെ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടല്ലേ, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, അല്ലേ, ഇല്ലേ? ഇതൊക്കെ ഒരേ സമയം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനം എങ്ങോട്ട് പോകുമെന്നുള്ളതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം നമുക്കൊരു സാധനം നോക്കിക്കൊണ്ട്, ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കണ്ണ് കൃത്യമായിട്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക? അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കുടുംബവും. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമ്മളുടെ മക്കളെയും നമ്മളുടെ ഭർത്താവിനെയും നമ്മളുടെ അച്ഛനെയും അമ്മയെയും നമ്മളിവിടെ കൊണ്ടുവന്നിരുത്താൻ നമ്മൾ തയ്യാറാവണം. എന്നിട്ടാണ് നമ്മൾ കുടുംബഭദ്രത പറയേണ്ടത്. അല്ലാതെ കുടുംബഭദ്രത പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇപ്പം ഞാൻ കുറച്ച് കുടുംബഭദ്രത മെച്ചപ്പെടുത്താനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന്, നിങ്ങൾ ഇന്ന് വൈകിട്ട് പോയി വീട്ടിൽ ചെന്ന് ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുവാണ്. എന്ത് പറയും ഭർത്താവ്? അവൾക്ക് ഭ്രാന്തായെന്ന് പറയും. ഇന്ന് രാവിലെ അവിടെ SNDP പോയിട്ട് അവൾ വന്നപ്പോൾ തൊട്ട് അവൾ കണ്ട എല്ലാം വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയും, ഇല്ലേ? മക്കൾ പറയില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും നമ്മളുടെ കുടുംബയോഗങ്ങളിലും നമ്മളുടെ ശാഖയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലും കഴിവതും ഒന്നിച്ചിരുന്ന് കഴിക്കാനെങ്കിലുമുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കും, ഒരു സംശയവുമില്ല. ഞാൻ അതിനൊരു ചെറിയ ഒരു കാര്യം പറയാം. എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ, ഞങ്ങളൊക്കെ ഒന്നിച്ച് വൈകുന്നേരം എൻ്റെ വീടിൻ്റെ തൊട്ട് ചേർന്ന് ലൈബ്രറിയാണ്, ഒരു ലൈബ്രറി. ആ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറയുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരു 7:30 7:45 അതിനകത്ത് 3-4 ആൾക്കാരുടെ ഫോണിൽ മിസ് കോൾ വരും. അപ്പം തന്നെ ഇവർ എഴുന്നേറ്റ് പോവും. ഇതെന്നാ സംഭവം? 1 2 3 തവണയായപ്പം നമ്മൾ ശ്രദ്ധിച്ച് ഇതെന്നാ കാര്യം, വല്ല പെൺപിള്ളേർ വല്ലതും വിളിക്കുന്നതാണോ എന്നൊക്കെ. നമ്മൾ കൂട്ടുകാരല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് പിന്നെ മനസ്സിലായത് അമ്മ മിസ് കോൾ അടിക്കുന്നതാ. എന്തിനാ? പ്രാർത്ഥിക്കാൻ. 8 മണിക്ക് കുടുംബ പ്രാർത്ഥന. അവർ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഇവനും പോയി അവിടെ ഇരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളുടെ എത്ര പിള്ളേർ പോവും? നമ്മൾ ഈ സമയത്ത് വല്ല കമ്പനിയൊക്കെ കൂടി ഷെയറൊക്കെ ഇട്ട്, അല്ലേ? ഇതല്ലേ അവസ്ഥ? ഇത് മാറിയാലേ കുടുംബം ഭദ്രമാവുകയുള്ളൂ. മാറണ്ടേ? വേണ്ടേ? ശ്രീനാരായണ ഗുരുദേവൻ തന്നേക്കുന്ന ഓരോ സന്ദേശങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്? മനുഷ്യൻ്റെ നന്നാവലുകൾക്ക് വേണ്ടിയിട്ടാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നല്ലേ പറഞ്ഞത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുമോ സ്വതന്ത്രരാവുമോ ചെയ്യാനല്ലേ പറഞ്ഞത്? നമുക്ക് പിന്നെ എല്ലാത്തിനും 2 3 തർക്കമോ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ചില ഇപ്പോൾ പ്രബുദ്ധരെന്ന് പറയുമ്പോൾ ഇല്ല, ഗുരു സ്വതന്ത്രൻ എന്നാണ് പറഞ്ഞേക്കെന്ന് പറയും. എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ മനുഷ്യൻ്റെ നന്നാവലുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? മനുഷ്യൻ്റെ നന്നാവലിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലേ? ഈശ്വരാരാധന എല്ലാ ഗ്രഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തണം. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യൻ നന്നാവാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. ഞാൻ മുമ്പേ ചോദിച്ച നമ്മളുടെ വേദിയിൽ വന്ന രാഷ്ട്രീയക്കാർ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരാരാധന എല്ലാ ഭവനങ്ങളിലും ഹൃദയങ്ങളിലും എത്തണം, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് എത്ര രാഷ്ട്രീയക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? ചിന്തിച്ചു നോക്ക്, അല്ലേ? നമ്മൾ ചുമ്മാതെ ഗുരുവിൻ്റെ കുറേ കഥയും പറഞ്ഞ് അല്ലെങ്കിൽ കുറേ കഥകൾ കേട്ടിട്ട് വീട്ടിൽ പോകുന്നതിനകത്തല്ല കാര്യം. നമ്മൾ തിരിച്ചറിവെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ അറിഞ്ഞ ഒരു കാര്യമുണ്ട്, തിരിച്ചറിവെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ തിരിച്ചറിവ് നേടിയിട്ട് വേണം ഇന്ന് നമ്മൾ പോവാൻ. അങ്ങനെ കുറേ ചിന്തകളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ തരാനുള്ളത്. ചിന്തിച്ച് നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, കർത്തവ്യമാണ്. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ പറയുന്നത്, അല്ലേ?
വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനോ അല്ലെ പ്രബുദ്ധരാകുവാനോ ഗുരു പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തരാം, നിങ്ങൾ പോയി നിങ്ങളെല്ലാം പഠിച്ച് മിടുക്കന്മാരായി നല്ലവരായിട്ട് വരാൻ എത്ര രാഷ്ട്രീയക്കാർ നമ്മളോട് പറഞ്ഞു? ആരും പറഞ്ഞില്ല. എന്നിട്ടും ഗുരു ഇങ്ങനെയൊക്കെയുള്ള നല്ല വചനങ്ങൾ, നല്ല സന്ദേശങ്ങൾ നമുക്ക് തന്നിട്ട് എന്തേ നാം നന്നാവാത്തെ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് 100 വർഷം ഇപ്പം ഗവൺമെൻറ് പോലും അത് ആചരിച്ചു കഴിഞ്ഞു അല്ലേ? 100 വർഷം കഴിഞ്ഞു. 24-ലാണ് ഈ സന്ദേശം പറയുന്നത്. 100 വർഷം കഴിഞ്ഞു. എന്തേ നാം പാലിക്കാത്തത്? എന്താ പാലിക്കാത്തത്? ഇതാണ് പ്രശ്നം. ഇനിയും നമ്മളുടെ മക്കൾ അല്ലെ, നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളൊരു പ്രത്യേകതയാണ്, നാട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ മൂല്യങ്ങളും ഒന്നും അറിയില്ല. ഇവർ വല്ല വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ചെന്ന് കഴിയുമ്പോഴാണ് അവർക്ക് അവരുടെ മൂല്യങ്ങൾ അറിയുന്നത് അല്ലേ? വീട്ടിൽ നിൽക്കുമ്പം അമ്മ ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനമാണ്. എവിടെയൊക്കെ തുണി ഉരിഞ്ഞിടുന്ന തുണിയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴുകുന്ന ഒരാൾ, അല്ലെങ്കിൽ നേരം കൃത്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തരുന്ന ആൾ, ഒരു വേലക്കാരി. ഈ ഒരു രീതിയിലാണ് മക്കൾ കാണുന്നത്. ഇനി അച്ഛനെ ആയിക്കോട്ടെ, അവർക്കെന്തോ ഫീസ് കൊടുക്കാനുള്ള ഒരു യന്ത്രം, ATM മെഷീൻ പോലത്തെ ഒരു യന്ത്രമായിട്ട് മാത്രമാണ് അച്ഛന്മാരെ കാണുന്ന മക്കൾ, ഇന്നത്തെ മക്കൾ അല്ലേ? അങ്ങനെയാണ് കാണുന്നത്. നാളെ അച്ഛനും അമ്മയും ആകുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഇന്ന് നമ്മളെന്തോരം, നമുക്കിന്ന് ഈ ഹോസ്പിറ്റലുകളും ഇതുപോലെയുള്ള വൃദ്ധസദനങ്ങളുമാണ് കൂടി വരുന്നത്. ഞാൻ ഒരു യൂണിയൻ്റെ, തിരുവല്ല SNDP യൂണിയൻ്റെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കൺവീനർ കൂടിയാണ്. ഞാൻ നിരവധി 48ഓളം ശാഖകളാണ് തിരുവല്ല SNDP യൂണിയനുള്ളത്. അതിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളിലായിട്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാനീ പറയുന്നത്. ഏറ്റവും കൂടുതൽ അമ്മയും അച്ഛന്മാരും വൃദ്ധസദനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഇതിനെന്താണ് പോകുമ്പഴി. ഇപ്പം നമ്മളുടെ കവലയ്ക്ക് ഒരു വലിയ മരം നിൽക്കുന്നു, ഒരു വലിയ ആൽമരം നിൽക്കുന്നു. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിരവധി കച്ചവടക്കാർ അവിടെ ഇരുന്ന് കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ മാറി ഓട്ടോയും കാറും ഒക്കെ ഇട്ടിട്ട് അവരും അവരുടെ ജീവിതോപാധികൾ തേടുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ശക്തമായ കാറ്റടിച്ചിട്ട് ഈ ആൽമരം പെടന്നു വീഴുന്നു. അത് 2-3 ദിവസമൊക്കെ ആൾക്കാർ വന്ന് കട്ടറൊക്കെ വെച്ച് ഇത് കട്ട് ചെയ്ത് മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴായിരുന്നു ആൽമരത്തിൻ്റെ ഇത്രയും നാളും ആൽമരം ചെയ്ത സഹായത്തെപ്പറ്റി അതിൻ്റെ ചോട്ടിലിരുന്നവർ പോലും അറിഞ്ഞതെന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ നോക്കാത്ത അവസ്ഥ. അവരെന്നും നമുക്കൊരു കുട പോലെയാണ്, പക്ഷേ നമ്മളിതറിയുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെ അറിയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥനയും പഠനവും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇനിയും എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അതാദ്യം കേൾക്കട്ടെ. നമ്മൾ സാധാരണ ഇതുപോലെയുള്ള വേദികളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ ഒക്കെ ചെന്നിട്ട് നമ്മളെന്താണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകളല്ലേ? പിന്നെ എൻ്റെ മകൾക്ക് നല്ല ചെറുക്കനെ കിട്ടണം, നല്ല ജോലിയുള്ള ചെറുക്കനെ കിട്ടണം, അല്ലെ എൻ്റെ മകന് ജോലി കിട്ടണം. ഇങ്ങനെ നമ്മളുടേത് എൻ്റെ ഇതാണ് നമ്മളുടെ പ്രാർത്ഥന. അത് നിങ്ങളുടെ മാത്രമല്ല, എൻ്റെയും അങ്ങനെയാണ്. പക്ഷേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ഒരു കൃതിയിലൂടെ തന്നെ പഠിപ്പിച്ചു തന്നില്ലേ? നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മൾ എന്നും ചൊല്ലണം കേട്ടോ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പ്രതിഷ്ഠ നടത്തിയ കോലത്തുകരയുടെ മണ്ണിൽ അല്ലേ 1893 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ കോലത്തുകരയുടെ മണ്ണിൽ ഒരു മഹാവിപ്ലവം. 1888 അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു തന്ന ഗുരു രണ്ടാമതൊരു ശിവപ്രതിഷ്ഠയുമായി ചെന്നത് കോലത്തുകരയുടെ മണ്ണിലാണ്. അവിടെ ഒരു പുതിയൊരു കല്ലിൻ്റെ പുറത്ത്, അരുവിപ്പുറത്ത് ഒരു പരന്ന പാറയുടെ പുറത്ത് ഒരു ഉരുണ്ട കല്ല്, ഒരു ശിവലിംഗ ആകൃതിയുള്ള ഒരു കല്ല് വെച്ച് പ്രതിഷ്ഠിച്ചതുപോലെ അല്ലായിരുന്നു കോലത്തുകരയിൽ. അവിടെ പുതിയതായിരുന്നു, പക്ഷേ കോലത്തുകരയിൽ പുതിയതല്ല. മറിച്ച് അവിടെ നിലനിന്നിരുന്ന ഒരു ഭദ്രകാളി, ആ നാടിന് മുഴുവൻ, ആ നാട്ടുകാരുടെ മുഴുവൻ വിശ്വാസമായിരുന്ന ഭദ്രകാളി അല്ലേ? ഭദ്രകാളി കോപിച്ചാൽ വസൂരി വരും, അവരുടെ നാട് മുടിഞ്ഞു പോകും എന്നുപോലും വിശ്വാസമുണ്ടായിരുന്ന ഒരു ജനതയുടെ മുന്നിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ചെന്നിട്ട്
അവിടുത്തെ ഭദ്രകാളിയെ ഇളക്കി മാറ്റി അവിടെ ശിവനെ പ്രതിഷ്ഠിക്കുന്നത് അല്ലേ? ഈ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടുത്തുകാരുടെ വലിയ വിശ്വാസമല്ലേ? നമ്മളുടെ വിശ്വാസത്തിൻ്റെ മേളിൽ നമ്മളൊരു പോറലേൽക്കാൻ ഇന്നും നമ്മൾ സമ്മതിക്കുമോ? ഒരു ചെറിയ വിശ്വാസമെങ്കിലും മാറ്റാൻ നമ്മൾ തയ്യാറാവുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു നാട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ചെന്ന് അവരുടെ അടുക്കൽ ചോദിക്കുന്നത്. ദേവിക്ക് എല്ലാ വർഷവും കൃത്യമായിട്ട് ജന്തുബലിയും അതിൻ്റെ രക്തവും അതുപോലെയുള്ള പ്രാകൃതമായ ആചാരങ്ങളുണ്ടായിരുന്ന ആ നാട്ടിൽ ചെന്നിട്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആ നാട്ടിലുള്ളവരെ മുഴുവൻ തിരുത്തുന്നുണ്ട്. വേണ്ടേ? ജന്തുവിൻ്റെ മറ്റൊരു ജീവിയുടെ ചോര കൊണ്ട് ദാഹമടക്കുന്ന ദേവിയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ മംഗളസ്വരൂപനായ ശിവഭഗവാനെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന ചോദ്യം അവരുടെ ആൾക്കാരുടെ മനസ്സിലൊന്ന് കൊണ്ടതേ ഉള്ളൂ കേട്ടോ. മാറാനൊന്നും തയ്യാറായില്ല. സ്വാമിയല്ലേ പറയുന്നത്, എതിർക്കാനും പറ്റത്തില്ല. എന്ത് ചെയ്യും അവർ? അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അവർക്ക് ഒരു ഉറപ്പും കൂടി നൽകി, വളരെ കൃത്യമായ ഉറപ്പ്. നിങ്ങൾക്ക് നാം ഉണ്ടല്ലോ. ആ ഉറപ്പിൻ്റെ പുറത്ത് അവർ മാറി കേട്ടോ. ആ ഉറപ്പിൻ്റെ പുറത്ത് മാത്രമാണ് അവർ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് അവിടെ ശിവനെ പ്രതിഷ്ഠിക്കുവാനുള്ള അവസരം ലഭിച്ചത് ആ നാട്ടുകാരുടെ മുന്നിൽ. അങ്ങനെ അതിൻ്റെ സമയവും സന്ദർഭവും ഒക്കെ വന്നെത്തി. അതിനും പൂജാരിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് അതിൻ്റെ പൂജകളൊക്കെ ചെയ്ത് ആ വിഗ്രഹം, നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഒറ്റത്തടിയിൽ തീർത്ത ഭദ്രകാളിയുടെ വിഗ്രഹം ഇളക്കി മാറ്റിവെക്കുവാൻ പറഞ്ഞു. പക്ഷെ അവർ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. അതൊക്കെ ചരിത്രമാണ്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നടന്നില്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അതിനകത്ത് കയറി ശകലം പുഷ്പമിട്ടു. എന്നിട്ട് അത് പതുക്കെ ഇളക്കി മാറ്റി വെച്ചിട്ട് ഒരു സൈഡിലോട്ട് വടക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് മാറ്റി ഒരു പട്ടും വെച്ച് പൊതിഞ്ഞിട്ട് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഇതിൻ്റെ മുന്നിൽ ഇനി ഒരാരാധനയും വേണ്ട, ഒരു സാമ്പ്രാണി പോലും കത്തിക്കണ്ട എന്ന് പറയുന്ന ഗുരു. നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങനെ ഒരു ഗുരുവിനെ? ഉണ്ടോ? അതിനുശേഷം അവിടെ മംഗളസ്വരൂപനായ സർവ ഐശ്വര്യ സ്വരൂപനായ ശിവഭഗവാനെ, കോലധീരേശനെ അവിടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ 1893 പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ ഒരു പ്രാർത്ഥനയും കൂടി എഴുതി നൽകി അല്ലേ? 2 or 3 കൃതി മാത്രമേ ഉള്ളൂ. അതാത് നാടിൻ്റെ പേര് പറഞ്ഞ് മണ്ണന്തല ദേവീസ്തവം, കോലധീരേശസ്തവം, അതുപോലെയുള്ള 2 or 3 പ്രാർത്ഥനകൾ മാത്രമാണ് അങ്ങനെയുള്ളത്. അങ്ങനെ ആ കോലധീരേശനെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാൻ മംഗളസ്വരൂപനായ ആ ശിവഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നമുക്ക് എഴുതി തന്നില്ലേ? ഇല്ലേ? ആ പ്രാർത്ഥന എല്ലാവരും ചൊല്ലാറില്ലേ? ഇന്ന് വരെ ചൊല്ലിയപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും ആ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് വരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇച്ചിരി പാടാ അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കൃതികൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മൾ എല്ലാ വഴിയിലൂടെയും ഗുരുവിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുവാൻ തയ്യാറാവണം. അപ്പം നമുക്കതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാവും. പഠിച്ചാൽ മാത്രം മതി. ഞാൻ പുതിയതായിട്ടുള്ള ഒരു കാര്യവും അല്ല ഇവിടെ പറയുന്നത്. ഇന്നും ഒരു പക്ഷേ ഇവിടെ ചൊല്ലിക്കാണാം കോലധീരേശസ്തവം. ചൊല്ലിയില്ലേ ഇന്ന് രാവിലെ പ്രാർത്ഥനയിൽ? ചൊല്ലി. ആ പ്രാർത്ഥനയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ 1ാമത്തെയും 2ാമത്തെയൊക്കെ ശിവനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞിട്ട് 3ാമത്തേതിനകത്ത് വളരെ കൃത്യമായിട്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ, നമ്മളോടൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ടല്ലേ, ഗുരു ശിവനെയും വിഷ്ണുവിനെയും കൃഷ്ണനെയും ഒക്കെ പ്രതിഷ്ഠിച്ച് തന്നില്ലേ, പിന്നെ എന്താ നമുക്ക് ആ അമ്പലങ്ങളിൽ പോയാലെന്ന് ചോദിക്കുന്നവരില്ലേ നമ്മളുടെ മുമ്പിൽ? ഇല്ലേ? വളരെ കൃത്യമായിട്ട് ഗുരു അവിടെ തന്നെ കോലത്തുകരയിൽ 2ാമത്തെ ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് അതിന് മറുപടി പറഞ്ഞു തരുന്നുണ്ട്. സർവാശ്രയമെങ്ങും നിറയുന്നോൻ അഭിഭക്തർക്ക് ഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തത്. അവർക്ക് എവിടെയെങ്കിലും ആശ്രയം മതി, എവിടുന്നെങ്കിലും ആശ്രയം കിട്ടിയാൽ മതി. ഞാൻ അതിനും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളുടെ ഒരു കൊച്ചു കുഞ്ഞ് ഇവിടെ പായൽ കിടന്ന് കളിക്കുവാണ്. പക്ഷേ എങ്ങനെയോ അതിൻ്റെ കയ്യിലൊരു പിച്ചാത്തി, അമ്മ കറിക്കരിഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കറിപ്പിച്ചാത്തി അവിടെ സൈഡിൽ വെച്ചേച്ച് അമ്മ എഴുന്നേറ്റ് മീൻ മേടിക്കാൻ പോയി. പിച്ചാത്തി സൈഡിൽ ഇരിക്കുക. കൊച്ചു മുട്ടയിലഴിഞ്ഞ് വന്ന് പിച്ചാത്തി എടുത്ത് കൈ പിടിച്ചു. ഇതെങ്ങനെ മേടിക്കും? ഈ പിച്ചാത്തി എങ്ങനെ അമ്മ മേടിക്കും? തട്ടിപ്പറിച്ച് മേടിച്ചാൽ കൊച്ചു കിടന്ന് കരയത്തില്ലേ? എന്ത് ചെയ്യും? കൊച്ചിൻ്റെയിൽ അതിന് തക്കതായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പാവയെ കൊടുത്തിട്ട് നമ്മൾ മേടിക്കാറില്ലേ എന്ന് പറഞ്ഞ സംവിധാനമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളുടെ അടുക്കെ എടുത്തത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഗുരു ചെയ്തത്.
സർവാശ്രയമെങ്ങും നിറയുന്നോൻ അഭിഭക്തർക്ക് ഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രൂപം, അല്ലേ? ഇനിയും ഭജിക്കുന്ന ആ ദേവൻ്റെ മുന്നിൽ പോയി എന്ത് പ്രാർത്ഥിക്കണമെന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്, അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത്? രോഗങ്ങൾ മാറ്റിത്തരണമെന്നാണ് പറയുന്നത്. ദാരിദ്ര്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ പാപങ്ങൾ പുറത്തു തരണമെന്ന് പറയുന്നുണ്ട്, ഇല്ലേ? എന്തെല്ലാം അർത്ഥനകളാണ് പറയുന്നത്. ഇനിയും വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ. അത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്നും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. കഴിയാറുണ്ടോ നമുക്ക്? ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ കുട്ടികളും നമ്മളുടെ മുതിർന്നവരും എവിടെ ചെന്ന് പ്രശ്നങ്ങളിൽ പെടുന്നോ അത് കൃത്യമായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മളുടെ പ്രശ്നം. എങ്ങനെ തീരുമാനമെടുക്കാൻ സാധിക്കും? അതിനും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം ഭയങ്കര പ്രാസംഗികനാണ് കേട്ടോ. ശാസ്ത്രലോകത്തെ പറ്റിയും അതിവിശാലമായ ക്ലാസ്സുകൾ, ഭയങ്കര ഗവേഷകരായിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾക്ക് മുന്നിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം നിരന്തരമായിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് കുറേ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കത്ത് വരുന്നു. ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞങ്ങളുടെ അവിടെ ഒരു സഭ കൂടുന്നുണ്ട്, സാറ് വന്ന് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് തരണം എന്ന് പറഞ്ഞായിരുന്നു കത്ത്. അപ്പോൾ അദ്ദേഹം അതിന് പോവാം, ഞാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞ് മറുപടി കത്ത് അയച്ചു. അന്നത്തെ കാലത്ത് കത്തൊക്കെ ഉള്ളൂ, ഇന്നത്തെ പോലെ വാട്സപ്പ് സന്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. മെയിൽ അയക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. കത്ത് മുഖേനയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ ഈ കത്ത് മുഖേന അദ്ദേഹം ഈ പറയുന്ന ആൾക്ക് തിരിച്ച് മറുപടി അയച്ചു, ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ പറയുന്ന പ്രോഗ്രാമിന് പോകുവാൻ വേണ്ടി ഡ്രൈവറെയും കൂട്ടി കാറിൽ യാത്രയായി. കുറേ ദൂരം യാത്ര ചെയ്യണം. തലേന്ന് വരെ പ്രോഗ്രാമുകളാണ്, നിരന്തരം പ്രോഗ്രാമുകളാണ്. ഇങ്ങനെ പ്രോഗ്രാമുകളിൽ ക്ഷീണിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങോട്ട് പോകുമ്പോൾ ഡ്രൈവറുടെ അടുക്ക പറയുന്നുണ്ട്, ഇന്ന് നിനക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഡ്രൈവറുടെ അടുക്ക ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിക്കുവാണ്, ഇന്ന് നിനക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, അത് വേണോ? നമുക്ക് 2 പേർക്കും തല്ല് കിട്ടും, പണി പാളിയാൽ 2 പേർക്കും അടി കിട്ടുന്ന കേസാണ്. കാര്യം ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് നമ്മൾ അവിടെ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചേക്കുന്നത്, അല്ലേ? അപ്പോൾ ഡ്രൈവറുടെ അടുക്ക ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിച്ചു, എനിക്ക് നല്ല ക്ഷീണമാണ്, നിനക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, അത് വേണോ? പ്രശ്നമാവില്ലേ? ഒരു കുഴപ്പമില്ലടാ, നീ ഇത്രയും നാളും എൻ്റെ കൂടെ നടന്നതല്ലേ, നിനക്കും കുറേയൊക്കെ കാര്യങ്ങൾ അറിയില്ലേ, നീ അത് പറഞ്ഞാൽ മതി, അവർക്ക് എന്തായാലും നമ്മൾ ആരാ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നിർബന്ധം കൊണ്ട് നിനക്കത് പറ്റും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഡ്രൈവർ പറഞ്ഞു, ആ ശരി ഞാൻ ചെയ്യാം, പക്ഷേ പണി പാളിയാൽ എന്നെ ഒന്നും പറയരുതെന്നും കൂടി അദ്ദേഹം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവർ 2 പേരും ആ സ്ഥലത്ത് ചെന്നു. അപ്പോൾ ചെല്ലുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇവർ വേറൊരു പരിപാടിയും കൂടെ കാണിച്ചു. വണ്ടിയൊക്കെ നിർത്തി 2 പേരും വെളിയിലിറങ്ങി. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോട്ടും സൂട്ടും എല്ലാം ഡ്രൈവർക്ക് കൊടുത്തു. ഡ്രൈവറുടെ വേഷം ആൽബർട്ട് ഐൻസ്റ്റീന് വിട്ടിട്ട് അദ്ദേഹം വണ്ടിയിൽ കിടന്നുറങ്ങാമെന്നുള്ള ധാരണയിൽ ഈ പരിപാടി സ്ഥലത്ത് ചെന്നു. നേരെ സമ്മേളനത്തിന് ആ മീറ്റിങ്ങിൽ കയറി. ഡ്രൈവർ പോയി പ്രസംഗമൊക്കെ ആരംഭിച്ചു. സ്വാഗതമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡ്രൈവർ പ്രസംഗം ആരംഭിച്ചു. വളരെ ഗംഭീരമായുള്ള പ്രസംഗം തന്നെ അദ്ദേഹം നടത്തി. പക്ഷേ പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ പണി കിട്ടി. അവിടെ ഇരുന്ന ആളുകൾ, ഈ പറഞ്ഞ ആളുകളെ കഴിഞ്ഞും വലിയ ആൾക്കാരാണല്ലോ എപ്പോഴും ഫ്രണ്ടിൽ ഇരിക്കാറുള്ളത്. അദ്ദേഹം ഒരു വലിയൊരു സംശയം ഈ ഡ്രൈവറുടെ അടുക്ക ചോദിച്ചു. ഡ്രൈവർ വെട്ട്. കാര്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഡ്രൈവർക്ക് അറിയില്ല. അദ്ദേഹം പെട്ട്. മനസ്സിലായി മിക്കവാറും ഇടിയിട്ടാനുള്ള വകുപ്പാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അന്നേരം ബുദ്ധി ഉദിക്കുക എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പറഞ്ഞു, സാർ, ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. ചോദ്യം ചോദിച്ച ആളുടെ അടുക്കെ ഇവിടെ നിന്ന ഉത്തരമറിയാത്ത ഞാൻ പറയുകയാണ്, ഡ്രൈവർ പറയുവാണ്, സാർ, നിങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. ഇത്ര ലളിതമായിട്ടുള്ള ചോദ്യം എന്നോട് എങ്ങനെ ചോദിക്കുവാൻ നിങ്ങൾക്ക് മനസ്സ് വന്നു, അല്ലെ എങ്ങനെ തോന്നി? അദ്ദേഹം ഒന്ന് ഞെട്ടി. ഇതെൻ്റെ ഡ്രൈവർക്ക് പോലും അറിയാവുന്ന ഉത്തരമാണ്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് പറയിപ്പിക്കാമെന്ന് പറഞ്ഞ് വണ്ടിക്കകത്തിരിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ വിളിച്ച് ഉത്തരം പറയിപ്പിക്കുവാൻ തോന്നിയ ഒരു ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധി നമുക്ക് തോന്നണം. പല കാര്യങ്ങൾക്കും നമുക്കിതൊക്കെ ഒരുപാട് കഴിഞ്ഞാണ് തോന്നാറുള്ളത്, അല്ലേ? നമ്മൾക്കിപ്പോൾ ഒരിടത്ത് ചെന്നിട്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ട് ആലോചിക്കും, ഷോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു,
അല്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയല്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? ആ ലാക്കിലുടൻ സന്മതി തോന്നണം. വേണ്ടേ? അതിനു മുമ്പും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ ലോചനം ആതീന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങല്ലേ, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നണം. അപ്പോഴാണ് തോന്നേണ്ടത്. അത് കഴിഞ്ഞ് നാളെ തോന്നിയിട്ട് കാര്യമില്ല, അപ്പം തോന്നണം. നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? എന്ത് വളരെ കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്ന ഗുരു. ആ ലാക്കിലാണ് നമുക്ക് സമ്മതി തോന്നേണ്ടത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കോലതീരശസ്തവൻ ചൊല്ലുമ്പോൾ അതാണ് പഠിക്കേണ്ടത്. രോഗാദികളെല്ലാം ഒഴിവാകണം. വേണ്ടേ? എല്ലാ രോഗാദികളും ഒഴിവാകണ്ടേ? ദാരിദ്ര്യ മഹാദുഃഖം അണയണം. വേണ്ടേ? ദാരിദ്ര്യം എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്ത അവസ്ഥ മാത്രമൊന്നുമല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനു കുറവുണ്ടെങ്കിലും അത് ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ഇടത്ത് വരുന്ന സ്ഥാനമാണ്. എന്തിനു കുറവുണ്ടെങ്കിലും നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മൾ ദരിദ്രരാണ്. നമുക്ക് നമ്മളുടെ തൊട്ടടുത്തുള്ളവരുടെ വീട്ടിൽ നിന്ന് പോലും നമുക്ക് സ്നേഹം കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദരിദ്രർ തന്നെയാണ്. ദാരിദ്ര്യ മഹാദുഃഖം അണയരുതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ കോലതീരശാസ്ത്രത്തിലൂടെ? ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ടാണ് നമ്മളുടെ കുടുംബ ഭദ്രത നമ്മൾ ഉറപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറച്ച് പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെല്ലാ ദിവസവും വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്കെല്ലാം ഉണ്ട്, ഇല്ല, അങ്ങനെയല്ല. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് നമ്മളുടെ കുടുംബ പ്രാർത്ഥനകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. കുടുംബ യൂണിറ്റൊക്കെ ഇല്ലേ ഇവിടെ? കുടുംബ യൂണിറ്റുകൾ കൂടുമ്പോൾ എല്ലാ വീട്ടിലും, അതിപ്പോൾ നമുക്ക് പിണക്കമുള്ള വീടായിക്കോട്ടെ, പ്രാർത്ഥനയ്ക്കല്ലേ നമ്മൾ ഒന്നിച്ചു പോകണം. ഒന്നിച്ചു പോയിരുന്ന് പ്രാർത്ഥിക്കണം. അതിന് കിട്ടുന്ന അനുഗ്രഹം വേറെ ഒന്നിനും കിട്ടില്ല. നിങ്ങളെവിടെ ഏത് അമ്പലത്തിൽ എത്ര വലിയ പൂജ ചെയ്താലും എത്ര വലിയ ഹോമം ചെയ്താലും ഒന്നും കിട്ടില്ല. മറിച്ച് ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയിൽ കിട്ടുന്ന ആ ഒരു ഐക്യമുണ്ടല്ലോ, ആ ഒരു സമാധാനമുണ്ടല്ലോ, ആ ഒരു ശാന്തി ഉണ്ടല്ലോ, അതാണ് വലുത്. തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബം ഭദ്രമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കൂടി കഴിയണം. അത്യാവശ്യമാണ്. ഇനിയോ ഈ കോലത്തുകരയുടെ മണ്ണിൽ നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ മഹാകവി കുമാരനാശാൻ ക്ഷേത്രവിധാനത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. നമ്മളെ എന്തൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നെങ്കിൽ ആരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് കുമാരനാശാൻ നമുക്കും പറഞ്ഞു തന്നു, ഇല്ലേ? അതും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ, മഹാസമാധിക്ക് 12 വർഷം മുന്ന് 1916 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 60 വയസ്സ് പൂർത്തിയായപ്പോൾ, ഷഷ്ടി പൂർത്തി ആഘോഷം നടക്കുന്ന വേളയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? കോലത്തുകരയിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? കോലത്തുകരയിൽ പോകണം കേട്ടോ. പോയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും പോകണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ള ഒരു മണ്ണ്. ഇന്നും എന്തെല്ലാം അത്ഭുതങ്ങൾ നമുക്ക് കോലത്തുകരയിൽ കാണാമെന്നറിയാവോ? നമ്മൾ ഈ അത്ഭുതങ്ങൾ കണ്ടാലെങ്കിലും വിശ്വസിക്കത്തില്ലേ? ഇല്ലേ? ഒരു കോമ്പൗണ്ടിൽ ഈ കോലത്തുകര ക്ഷേത്രത്തിൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, ക്ഷേത്രം നിൽക്കുന്നൊരു കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിനുള്ളിൽ 3 ആൽമരം നിൽപ്പുണ്ട്. 3 ആൽമരം 3 കോലത്തുകരയിൽ കുറേ നാൾ മുമ്പ് 2 ഭാഗമായിട്ട് തിരിഞ്ഞ് വഴക്കൊക്കെ ഉണ്ടായിരുന്നു. തെക്കും ഭാഗവും വടക്കും ഭാഗവും തിരിഞ്ഞ് വഴക്കൊക്കെ ഉണ്ടായി. എല്ലായിടത്തും ഉണ്ട് കേട്ടോ, പണ്ടുമുണ്ട് ഇന്നും ഉണ്ട്. ഇവർ വഴക്കൊക്കെ ഉണ്ടായി. ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളിൽ 2 കരയായിട്ട് നിന്നുകൊണ്ട് ഉത്സവങ്ങളൊക്കെ തുടങ്ങി. ഇത് ഗുരു അറിഞ്ഞ് ഇത് വിലക്കി. എന്നിട്ടും അവർക്ക് ഒരു സൈഡ് കേസിന് പോയി, അവിടെ തോറ്റുപോയി, കേസൊക്കെ തോറ്റുപോയി. അങ്ങനെ പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് 2 കൂട്ടരെയും ഗുരു വിളിച്ചു. വിളിച്ചു കൂട്ടിയ ആ സമയത്താണ് 3 ആൽമരം കോലത്തുകരയുടെ മണ്ണിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് നടുന്നത്. 3 ആൽമരം നമുക്കിപ്പോഴും പോയാൽ അവിടെ കാണാം. 3 കാലങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരാൽമരം പൂത്ത് നിൽക്കുമ്പോൾ 2-ാമത്തെ ആൽമരത്തിൽ ഒരില പോലും കാണില്ല. 3-ാമത്തെ ആൽമരം നല്ല കറക്റ്റ്, ആ ഇലയൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അത്ഭുതമല്ലേ? ഒരു പറമ്പിൽ നിൽക്കുന്ന 3 ആൽമരം
എവിടെയെങ്കിലും കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? കഴിയുമോ? ഇല്ല, എങ്ങും കാണാൻ കഴിയില്ല. പോകണം. കോലത്തുകരയിൽ പോയി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ നിരന്തരമായ സന്ദർശനമുണ്ടായ സ്ഥലമാണ് കോലത്തുകര. ഗുരുവിനെ പറ്റി പറയാനാണെങ്കിൽ മണിക്കൂറുകൾ നേരം നമുക്ക് പറയാൻ പറ്റും കോലത്തുകരയിലെ ഓരോ വിശേഷങ്ങളും. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോലത്തുകരയിൽ ശിവനെ പ്രതിഷ്ഠിച്ചത് വലിയൊരു വിപ്ലവമാണ്. ആ നാട്ടുകാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ വിപ്ലവമാണ്. അവരുടെ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടുള്ള വലിയൊരു വിപ്ലവമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അവിടെ നടത്തിയത്. ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആ നാട് മുഴുവൻ ഗുരു അങ്ങനെ വലിയ ഗുരുവിൻ്റെ ആ ഒരു പ്രഭാവം അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ കോലത്തുകരയിലേക്ക് ഗുരു വരുന്നുണ്ട്. വള്ളത്തിലാണ് വരുന്നത്. വള്ളത്തിൽ വരുമ്പോൾ ആ കോലത്തുകര നാട്ടിലുള്ള ഒരു വാതിൽക്കോട്ട എന്ന വീട്, ചാവടി, ആ ഒരു വീട്ടിലുള്ള ഒരു കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം കൊട്ടാരത്തിലെ പടം വരക്കാരനാണ്, ആർട്ടിസ്റ്റാണ്, കൊട്ടാരത്തിലെ പടം വരക്കാരൻ. അദ്ദേഹം ഈ ഗുരുദേവനെ വള്ളത്തിൽ വെച്ച് കാണുവാൻ ഇടയായി. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ വള്ളത്തിൽ വെച്ച് കണ്ട മാത്രയിൽ തന്നെ, അത് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഭഗവാന്റെ കണ്ണിനെ പറ്റിയിട്ടൊക്കെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഗുരു എങ്ങനെയാണെന്നുള്ളതൊക്കെ അല്ലേ. രവീന്ദ്രനാഥ ടാഗോർ വന്നിട്ട് പറഞ്ഞില്ലേ, അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങൾ അല്ലേ, പറഞ്ഞു തന്നില്ലേ. അങ്ങനെ ഗുരുവിൻ്റെ ആ കണ്ണുകളിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഗുരുവിൽ ആകൃഷ്ടനായി, ഗുരുവിനോട് ഫാനായി. ഇന്നത്തെ കാലത്ത് ഈ ആകൃഷ്ടൻ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഫാനായി. കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് ഗുരുവിൻ്റെ ഫാനായി. അങ്ങനെ കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ആർട്ടിസ്റ്റാണ് അല്ലേ. ഒരു ആർട്ടിസ്റ്റ് ഒരാളുടെ ഫാനായാൽ അദ്ദേഹം എന്തായിരിക്കും ചെയ്യുക? പടം വരയ്ക്കും അല്ലേ, അതല്ലേ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഞാനൊരു കവിയാണ്, എനിക്ക് ഒരാളെ കണ്ടിട്ട് ഇഷ്ടം തോന്നിയാൽ ഞാൻ ആ ആളുടെ ഭംഗി ഞാനത് കവിതയായിട്ട് എഴുതും. കുമാരനാശാൻ അങ്ങനെയല്ലായിരുന്നോ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് പടം വരയ്ക്കണമെന്നുള്ള, ഗുരുവിനെ വരയ്ക്കണമെന്നുള്ള അതിയായ മോഹം. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്നു. പിറ്റേ ദിവസം വള്ളത്തെ വെച്ചല്ലേ കണ്ടത്, മുഴുവനായിട്ട് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം കുറച്ച് ദിവസത്തിന് ശേഷം അരുവിപ്പുറത്ത് പോയി ഗുരുവിനെ കാണുന്നുണ്ട്. അങ്ങനെ ഗുരുവിനെ കണ്ട് ഗുരുവിൻ്റെ രൂപവും ആ ഒരു ഭാവവും കാര്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിൽ കുറിച്ചെടുത്തു. വീട്ടിൽ വന്നു, ക്യാൻവാസ് എടുത്തു, കളറൊക്കെ എടുത്ത് അദ്ദേഹം പടം വരയ്ക്കുവാൻ ആരംഭിച്ചു. എത്ര വരച്ചിട്ടും ശരിയാവുന്നില്ല, ആ ഒരു രൂപം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം അത് ഉപേക്ഷിച്ചു. വരയ്ക്കാൻ നടക്കുന്ന പരിപാടിയല്ല, ഇത് നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുകൃഷ്ണക്കുറുപ്പിന് ഒരു തോന്നലുണ്ടായി, ഞാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുമതി മേടിച്ചില്ലല്ലോ പടം വരയ്ക്കാൻ വേണ്ടി, അതായിരിക്കും എനിക്ക് വരയ്ക്കാൻ പറ്റാത്തതെന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ ഉദിച്ചത് കൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിന്നീട് അങ്ങനെ ഒരു തോന്നൽ, ഗുരുവിനോടൊന്ന് അനുമതി മേടിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് പറയുന്നു, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ കോലത്തുകരയുടെ മണ്ണിൽ എഴുന്നള്ളുന്നു എന്ന്. അങ്ങനെ കോലത്തുകരയുടെ മണ്ണിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എഴുന്നള്ളിയ അവസരത്തിൽ കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് വീണ്ടും കാണുവാൻ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ കാണുവാൻ വേണ്ടി അവിടെ ചെല്ലുന്നു കോലത്തുകരയിൽ. അങ്ങനെ കോലത്തുകരയിൽ ചെന്ന കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് ഗുരുവിനോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. സ്വാമി, എനിക്ക് സ്വാമിയുടെ ഒരു പടം വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് സ്വാമി. അടുത്ത ചോദ്യം ഗുരു തിരിച്ചു ചോദിക്കുന്നു, അതിന് നാം എന്ത് ചെയ്യണം കുഞ്ഞുകൃഷ്ണ എന്നാ ചോദിച്ചത്. അപ്പോൾ അനുമതി ഏകദേശം ഓക്കെ. അപ്പോൾ കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു, സ്വാമി എനിക്ക് പടം വരയ്ക്കേണ്ട രീതിയിൽ ഒന്ന് ഇരുന്ന് തന്നാൽ മതി സ്വാമി. സ്വാമി പറഞ്ഞു, ഇങ്ങനെ മതിയോ? ഇരിക്കുക അവിടെ, ഇങ്ങനെ മതിയോ? എങ്ങനെ? കണ്ടിട്ടുണ്ടോ കോലത്തുകരയുടെ ഫോട്ടോ? ഇന്നും അവിടെ ക്ഷേത്രവിധാനത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ ഫോട്ടോ. കാണണം, ഗുരുവിനെ കാണണം. നമ്മൾ ഈ നമ്മളുടെ വീടുകളിലും നമ്മളുടെ ശാഖകളിലും ഒക്കെ വെക്കുന്ന ഈ പ്രായം ചെന്ന അപ്പൂപ്പൻ സെറ്റപ്പുള്ള, ഞങ്ങളുടെ യോയോ പിള്ളേരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പൂപ്പൻ സെറ്റപ്പുള്ള ഗുരുവൊന്നും അല്ല കേട്ടോ. നമുക്ക് നമ്മളുടെ പ്രചരണത്തിൽ പറ്റിപ്പോയൊരു പാളിച്ചയെന്ന് മാത്രമേ എനിക്കതിനെ പറയാനുള്ളൂ. മറിച്ച് കുമാരനാശാൻ അടക്കം ഗുരുവിൻ്റെ സ്വരൂപം നമുക്ക് വളരെ കൃത്യമായിട്ട് വർണ്ണിച്ചു തന്നിട്ടുണ്ട്, കവിതയിലൂടെ പടം വരച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ആ ഗുരുവിനെ അറിയണം കേട്ടോ, നമ്മൾ ആ ഗുരുവിനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം കേട്ടോ. നമ്മളുടെ മക്കൾ ഇന്ന് SNDPയിലൊക്കെ വരുമ്പോൾ ഈ അപ്പച്ചനെ കൊണ്ട് എന്നാ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ അപ്പച്ചനെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? ഒരാൾ തല്ലാൻ വന്നാൽ പിടിക്കാൻ പോലും പറ്റത്തില്ല ഈ അപ്പച്ചനെ കൊണ്ട്. ഈ അപ്പച്ചനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന എൻ്റെ സഹോദരങ്ങളോടാണ് ഞാൻ പറയുന്നത്,
ഇങ്ങനെയല്ല ഗുരു, ഇങ്ങനെയല്ല ഗുരു. 1900-നൊക്കെ ശേഷം ആണ് ഇങ്ങനെയുള്ള ഫോട്ടോഗ്രഫി കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ഏകദേശം ആ 72 വർഷത്തോട് അടുപ്പിച്ചുള്ള സമയങ്ങളിൽ ഗുരുവിനൊരു 50 വയസ്സിന് ശേഷമൊക്കെയാണ് ഫോട്ടോഗ്രഫിയൊക്കെ വലുതായിട്ട് പ്രാബല്യത്തിൽ വന്നത്. അല്ലെങ്കിൽ നമ്മളതൊക്കെ എടുത്ത് സൂക്ഷിക്കുവാൻ തയ്യാറായത്. അതിൻ്റെ പറ്റിപ്പോയ കുഴപ്പമാണ്. ഗുരു അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ 1888 ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഗുരുവിന് 32 വയസ്സാണ്. 32 വയസ്സ്. ആ 32 വയസ്സുള്ള ഗുരുവിനെ നിങ്ങളൊന്ന് മനസ്സിൽ കാണണം കേട്ടോ, കാണണം. ആ ഗുരുവിനെയാണ്, അല്ലെങ്കിൽ അതിലും കഴിഞ്ഞ് ഒരു 4-5 വർഷം കൂടെ പ്രായമുള്ള ഗുരുവിനെയാണ് കുഞ്ഞികൃഷ്ണക്കുറുപ്പ് വരച്ചത്. അതേന്നേ, ഗുരു ഇരുന്ന് കൊടുത്തത് അതിനാന്നേ. നാളെ നിങ്ങൾ എന്നെ കാണണം കേട്ടോ എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ഗുരു ഇരുന്ന് കൊടുത്തത്. അതല്ലേ ചോദിച്ചത്, ഇങ്ങനെ ഇരുന്നാൽ മതിയോ കുഞ്ഞികൃഷ്ണ? മതി സ്വാമി. കുഞ്ഞികൃഷ്ണൻ ഗുരുവിനെ നല്ല വൃത്തിയായിട്ട് കണ്ടു, ഔട്ട്ലൈൻ വരച്ചെടുത്തു. കുഞ്ഞികൃഷ്ണൻ അതുകൊണ്ട് നേരെ വീട്ടിൽ പോയി. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്യാൻവാസ് ഉപയോഗിച്ച്, വിവിധ തരം പച്ചിലച്ചാറുകൾ ഉപയോഗിച്ച്, കാര്യം ഇനിയും വരുന്നൊരു തലമുറയ്ക്ക് പോലും എൻ്റെ ഗുരുവിനെ കാണണമെന്നുള്ള ഉദ്ദേശം കുഞ്ഞികൃഷ്ണക്കുറുപ്പിനുണ്ടായിരുന്നു. എൻ്റെ ഭിത്തിയിൽ മാത്രം തൂങ്ങിക്കിടന്നാൽ പോരാ ഗുരുവിൻ്റെ ഫോട്ടോ. അടുത്ത തലമുറയിൽ, അടുത്ത വരുന്ന ഒരു തലമുറയ്ക്കും എൻ്റെ ഗുരുവിനെ കാണാൻ കഴിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആവണം നല്ല തേക്കിൻ്റെ വെള്ളയൊന്നുമില്ലാത്ത ആ ഒരു കാതലുള്ള ഫ്രെയിം ഉപയോഗിച്ച് ആ ക്യാൻവാസൊക്കെ റെഡിയാക്കി ആ ക്യാൻവാസിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ വരച്ചെടുത്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടം വരെയൊക്കെ പൂർത്തിയാക്കി. കുറേ നാളുകൾക്ക് ശേഷം ഗുരു വീണ്ടും കോലത്തുകരയിൽ വരുന്ന വിവരം അറിഞ്ഞു കുഞ്ഞികൃഷ്ണക്കുറുപ്പ്. അടുത്ത ദിവസം സ്വാമി തൃപാദങ്ങൾ കോലത്തുകരയിൽ എഴുന്നള്ളുന്നുണ്ട്. കുഞ്ഞികൃഷ്ണന് വലിയ സന്തോഷമായി. തലേ ദിവസം വൈകിട്ട് വീണ്ടും ആ വരച്ചു വെച്ച പടമൊക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്തു കേട്ടോ. ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കറുത്ത ഒരു തുള്ളി മഷി ഇടത്തെ കാലിൻ്റെ തുടയുടെ ഭാഗത്തായിട്ട് ഫോട്ടോയിൽ വീഴുന്നുണ്ട്. ചരിത്രം കേട്ടോ, ഞാൻ ബാലരമയെന്നൊന്നും എടുത്തിട്ട് പറയുന്നതല്ല, കോലത്തുകരയുടെ ചരിത്രമാണ്. എത്ര നോക്കിയിട്ടും ആ മഷി മായ്ക്കുവാൻ കഴിയുന്നില്ല കുഞ്ഞികൃഷ്ണന്. കുഞ്ഞികൃഷ്ണൻ ആകപ്പാടെ വിഷമമായി. ഇതെന്ത് മറിമായും, ഇതെന്താ ഇതിങ്ങനെ എന്നുള്ള ചിന്തയായി. എന്തായാലും നാളെ സ്വാമി വരുന്നുണ്ട്, സ്വാമിയെ ഫോട്ടോ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ചെറുതായിട്ട് ആ എവിടെയെങ്കിലുമൊക്കെ അഴുക്കായാൽ നമ്മളവിടെ പൊത്തിപ്പിടിച്ചിട്ട് കൊണ്ട് കാണിക്കാറില്ലേ? ആ ഒരു സംവിധാനത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ കൊണ്ട് നേരിട്ട് ഫോട്ടോ കാണിക്കുന്നുണ്ട് കുഞ്ഞികൃഷ്ണൻ കോലത്തുകരയിൽ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നല്ല ചിരിയോടുകൂടി ഇത് നമ്മെപ്പോലെ തന്നെ ഉണ്ടല്ലോ കുഞ്ഞികൃഷ്ണ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ഫോട്ടോ. ഗുരു അത്രയും പറഞ്ഞപ്പം കുഞ്ഞികൃഷ്ണന് സമാധാനമായി, ഗുരുവിന് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ പതുക്കെ കൈമാറ്റിയിട്ട് ഗുരുവിനോട് പറയുന്നത്, സ്വാമി, ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഞാൻ എന്ത് ചെയ്തിട്ടും അത് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇനി അത് പൊയ്ക്കോളും കുഞ്ഞികൃഷ്ണ, നമ്മളുടെ കാലിൻ്റെ അവിടെ അതേപോലെ ഒരു മറുകുണ്ട് കുഞ്ഞികൃഷ്ണ എന്ന് പറയുന്ന ഗുരു. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഗുരു, ആ ഗുരുവിൻ്റെ സ്വരൂപത്തെ നിങ്ങളൊന്ന് ആലോചിച്ചേ. അങ്ങനെ ആ ഫോട്ടോയുമായി തിരികെ വീട്ടിൽ പോകുന്നു കുഞ്ഞികൃഷ്ണൻ. കാലം കുറേ കഴിഞ്ഞു. ആ ഫോട്ടോ കുഞ്ഞികൃഷ്ണൻ്റെ ചാവടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ്റെ മനസ്സിൽ വീണ്ടും തോന്നൽ, ഇതെൻ്റെ വീട്ടിൽ ഇരിക്കാനുള്ള ഫോട്ടോ അല്ല, ഇതെൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് എൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടിൽ വരുന്നവരും മാത്രം കാണുവാനുള്ള ഫോട്ടോ അല്ല ഇത് എന്നുള്ള ചിന്ത കുഞ്ഞികൃഷ്ണൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ ഈ ഫോട്ടോയുമായിട്ട് തൻ്റെ മകനെയും കൂട്ടി നേരെ കോലത്തുകര ക്ഷേത്രത്തിൽ ചെന്ന് ഈ ഫോട്ടോ കോലത്തുകര ക്ഷേത്രത്തിന് കൊടുത്തു. ഫോട്ടോ, കുഞ്ഞികൃഷ്ണൻ വരച്ച ഫോട്ടോ കോലത്തുകര ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുന്നു. ഈ ഏൽപ്പിച്ച ഫോട്ടോ പിന്നീട് 1916 ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയായപ്പോൾ, ഷഷ്ടി പൂർത്തി അല്ലേ, മാമാങ്കത്തെ ജയിച്ച മഹോത്സവമാണ് എന്നാണ് അന്നത്തെ പത്ര റിപ്പോർട്ടുകളിൽ പോലും ഉണ്ടായിരുന്നത്. അത്ര വലിയ ആഘോഷം നടന്നതാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഷഷ്ടി പൂർത്തി. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ശ്രീലങ്കയിലും ഒക്കെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 60 വയസ്സ് ആഘോഷിക്കുമായിരുന്നു. വളരെ ഗംഭീരമായിട്ട് മാമാങ്കത്തെ ജയിച്ച മഹോത്സവമായിട്ട് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചു. ആ ആഘോഷവേളയിൽ ഗുരു കോലത്തുകരയിൽ വിശ്രമിക്കുന്നു. കുമാരനാശാനുണ്ട് അടുത്ത്.
ഈ കുമാരനാശാൻ ആ ഗുരുവിന് അന്ന് ഒരു സമ്മാനം നൽകി. ഒരു പക്ഷേ അത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം. എന്താണ് സമ്മാനം നൽകിയത്? ഗുരുവിന് ഒരു സ്തോത്രം എഴുതി വായിച്ച് കേൾപ്പിച്ചു ഗുരുവിനെ. നമ്മൾ ഇന്നും ഇത് ചൊല്ലി ഇവിടെ, ഇല്ലേ? എന്താ ചൊല്ലിയത്? ഗുരു എന്ന തലക്കെട്ടോടുകൂടി കുമാരനാശാൻ ഒരു കവിത എഴുതി. അദ്ദേഹം കവിയാണ്. കവിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല മനോഹരമായ ഒരു കവിത എഴുതുക. കുഞ്ഞുകൃഷ്ണൻ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ചിത്രം വരച്ചു കൊടുക്കുക എന്നുള്ളതാണെന്ന് പറയുന്നത് പോലെ മഹാകവി കുമാരനാശാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് നല്ല ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്താ ഗിഫ്റ്റ് കൊടുത്തത്? ഗുരു എന്ന തലക്കെട്ടോടു കൂടിയുള്ള ഒരു കവിത. ഈ കവിത പിന്നീട് സമാജസ്തുതി എന്നറിയപ്പെട്ടു. ഇപ്പോൾ അത് ഗുരുസ്തവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഗുരുസ്തവം എന്നൊക്കെ പറഞ്ഞാൽ ചില അമ്മമാരൊക്കെ ഇങ്ങനെ നോക്കി, ഗുരുസ്തവോ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാന്ന് അറിയത്തില്ല, അല്ലേ? നാരായണമൂർത്തെ അത് പറയുമ്പോൾ എല്ലാവരുടെ മുഖത്തൊരു ചിരി വരും. ഇതായിരുന്നു അല്ലേ ഗുരുസ്തവം? അതെ, ഗുരുസ്തവമാണ് നാരായണമൂർത്തെ, അല്ലേ? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തൃപ്പാദങ്ങളുടെ മുമ്പിൽ ചൊല്ലിയതാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇതുപോലെ ഇരിക്കുന്നു. ആ വേദിയിൽ കുമാരനാശാൻ ഇതുപോലെ മൈക്കുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ മൈക്കൊന്നും ഇല്ലായിരിക്കാം. കുമാരനാശാൻ ആ കവിത ചൊല്ലിക്കേൾപ്പിച്ചു. എങ്ങനെയാ ചൊല്ലുന്നേ? ആരായുകിൽ അന്ധത്വമൊഴിച്ചാദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ സാമൂഹിക പരിഷ്കർത്താവെന്നാണോ പറഞ്ഞത്? ആണോ? അല്ല, ഗുരുവല്ലോ പരദൈവമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടോ പിന്നെയും പറയുന്നില്ലേ, ആരാധ്യൻ അതോർത്തിയിടുകിൽ ഞങ്ങൾക്ക് അവിടുന്നാം നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തേ എന്നും പറഞ്ഞു തന്നില്ലേ? അങ്ങോട്ട് അത് ചൊല്ലി നോക്ക്. നമ്മൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ഓരോ വാക്ക് നിർത്തി ചൊല്ലണം കേട്ടോ. ട്യൂണൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു ട്യൂണും വേണ്ട. ട്യൂണില്ലാതെ ഇന്ന് അമ്മമാർ ചെന്നിട്ട് വൈകുന്നേരം പുസ്തകം എടുക്കണം, ഗുരുസ്തവം എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓരോ വാക്കും ചൊല്ലി നോക്കണം. സന്യാസികളിൽ ഇങ്ങനെ ഒരു സന്യാസി ഇല്ല. കുമാരനാശാൻ പറയുവാ, ഇങ്ങനെ ഒരു സന്യാസി ഇല്ലെന്നേ, ഇങ്ങനത്തെ ഒരു സന്യാസിയേ ഇല്ല. അങ്ങനെ എന്തെല്ലാം പറഞ്ഞു വരുന്നു. ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമം, അല്ലേ? അവരുടെ വ്യാഹാര ബലത്തിന് വേണ്ടി അങ്ങയുടെ തിരുനാമം ഇന്നും നമ്മൾ വിളിച്ചില്ലേ? അന്ന് ഗുരു ജീവിച്ചിരുന്നപ്പോൾ 16 പറഞ്ഞ കാര്യമായി പറയുന്നത്, ഇന്നത്തെ അല്ല. നമ്മളേത് മഹാന്മാരെയോ അല്ലെങ്കിൽ നമ്മളുടെ ആചാര്യന്മാരെയോ ആരെയും മോശപ്പെടുത്തി പറയുമല്ല. അവർ ജീവിച്ചിരുന്ന നാളിൽ ഇവർക്കാർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു ഔന്നിത്യം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങളെടുത്ത് പരിശോധിച്ചോ. ഒറ്റ ഒരാളുടെ പേരല്ലെങ്കിൽ എന്നോട് പറഞ്ഞതാ, ഒറ്റ ഒരാളുടെ പേര്. ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലെ ആരാധനയ്ക്ക് യോഗ്യനായ ഒരാൾ പറയാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുക. ഒറ്റ ഒരാൾ ജീവിച്ചിരുന്നപ്പോൾ ഇല്ല, എങ്ങുമില്ല. ഈ പറയുന്ന ചൈതന്യസ്വാമി എഴുതിയ ഈ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ഗുരു ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ പൂവിട്ട് പൂജ നടത്തുമായിരുന്നു. ഈ കോലത്തുകരയിലും ആ അനുഭവമുണ്ട്. ഗുരു അവിടെ വന്ന് സശരീരനായിട്ടിരിക്കുന്നു. ഭക്തർ ഇതുപോലെ ഫ്രണ്ടിലിരുന്ന് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു, ചോദിക്കുന്നതിന് മറുപടിയൊക്കെ പറയുന്നു. അപ്പോഴാണ് നമ്മളുടെ കോലത്തുകരയിൽ മണിയടിക്കുന്നത്. 6 മണിയായി, ദീപാരാധനയ്ക്ക് മണിയടിച്ചു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നേരിട്ട് ജീവനോടെ ഫ്രണ്ടിലിരിക്കുക. ആൾക്കാർ ഫ്രണ്ടിൽ ഇരുന്ന് കഥ കേട്ടുകൊണ്ടിരിക്കുക. ഗുരുവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പൂജയ്ക്ക് വേണ്ടി മണിയടിച്ചപ്പോൾ ഇത്രയും ആളുകൾ എഴുന്നേറ്റ് അവിടെ പോയി. ഇവിടെ ജീവനോടിരിക്കുക ഗുരു നല്ല ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കോലത്തുകരക്കാർ പാവങ്ങളാണ്, ഭക്തരുമാണ്. ഗുരുവിൻ്റെ കമൻ്റാ, ഗുരു പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മളുടെ ഭക്തി, അങ്ങനെയാണ്. നമ്മൾ മണിയടിക്കുമ്പോൾ അവിടെ പോകും നമ്മൾ, അത് നമ്മളുടെ ഒരു ശീലമാണ്. പക്ഷേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നല്ല ചിരിയോടുകൂടിയാണ് അതിനെ എടുത്തത്. കോലത്തുകരക്കാർ പാവങ്ങളാണ്, ഭക്തരുമാണ്. ആ കോലത്തുകരയിൽ ഇന്ന് പോയി നോക്കണം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കോലത്തുകര ക്ഷേത്രത്തിനുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. ആ നാട് മുഴുവൻ, തിരുവനന്തപുരം എയർപോർട്ടിനടുത്താണ് കോലത്തുകര. ഒന്ന് ചെന്ന് നമ്മൾ കാണണം കേട്ടോ കോലത്തുകരയൊക്കെ. അവരുടെ ആ ഒരു വികസനം, അല്ലേ? ഭഗവാന്റെ അനുഗ്രഹം അതുപോലെ കിട്ടിയ ഒരു നാട്. അങ്ങനെയാ
ഈ കുമാരനാശാൻ ഈ ഗുരുസ്തവമൊക്കെ ചൊല്ലിയതിന് ശേഷം അന്ന് 1916 ഷഷ്ടിപൂർത്തി നടക്കുന്ന അന്ന് ഈ പറഞ്ഞ ഒരു വാതിൽ കോട്ട കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് വരച്ച ഫോട്ടോ ക്ഷേത്രവിധാനത്തിൽ, നേദ്യമടക്കമുള്ള ക്ഷേത്രവിധാനത്തിൽ കോലത്തുകരയിൽ പ്രതിഷ്ഠിച്ചു. ഒരു ഫോട്ടോ ആണ് ഗുരുവിൻ്റെ ആദ്യം പ്രതിഷ്ഠിക്കുന്നത്. ഗുരു ജീവിച്ചിരുന്നപ്പോൾ, ഗുരു ആ കോലത്തുകരയിലുള്ളപ്പോൾ, ഗുരു വേറെങ്ങുമല്ല, ഗുരു ആ കോലത്തുകരയിലുള്ളപ്പോൾ മഹാകവി കുമാരനാശാൻ കോലത്തുകരയുടെ മണ്ണിൽ ഗുരുവിനെ പ്രതിഷ്ഠിച്ചു. ഗുരുവിൻ്റെ ഫോട്ടോ, കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് വരച്ച ഫോട്ടോ ഇന്നും നമുക്കവിടെ ചെന്നാൽ കാണാം. രാവിലെയും വൈകിട്ടും ക്ഷേത്രവിധാനത്തിൽ എങ്ങനെയാണോ ഒരു ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുന്നത്, അതേപോലെ ആ ഫോട്ടോയുടെ മുന്നിൽ പൂജകൾ നടക്കും. ഇന്നും നിങ്ങൾ പൊക്കോളൂ, പോയി കണ്ടോളൂ, നടക്കും. നമ്മൾ തിരിച്ചറിയണ്ടേ ഗുരുവിനെ? വേണ്ടേ? ഇനിയോ അതിനുശേഷം ഇങ്ങോട്ട് ബോധാനന്ദ സ്വാമി, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ തലശ്ശേരിയുടെ മണ്ണിലും ഗുരുവിൻ്റെ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ചു തന്നില്ലേ? ഇല്ലേ? അതും ഗുരു ജീവിച്ചിരുന്നപ്പോഴാണ്. ഗുരു ജീവിച്ചിരുന്നപ്പോൾ തന്നെയാണ്. എല്ലാവരും ചോദിക്കും, ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്, എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെയൊക്കെ നമുക്ക് പറയാൻ കഴിയണ്ടേ? ഗുരു ജീവിച്ചിരുന്നപ്പോഴാണെന്നേ ഇതെല്ലാം നടന്നത്. അതെ, അങ്ങനെ നമ്മൾ തിരിച്ചറിവിൻ്റെ ഒരു പാതയിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. ഇനിയും ഈ കോലത്തുകരയിൽ പിന്നെയും പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്നിവിടെ ചൊല്ലിയ അടുത്ത പ്രാർത്ഥന, ഗദ്യപ്രാർത്ഥന, കേട്ടിട്ടുണ്ടോ? അതും എഴുതിയത് കോലത്തുകരയിൽ വെച്ചാണ്. അതിനും ഒരു സന്ദർഭമുണ്ട്. ഗുരുവിൻ്റെ ഒരു വത്സല ശിഷ്യനാണ് അദ്ദേഹം. രാമൻ എന്നാണ് പേര്. നെയ്ത്ത് തൊഴിലാക്കിയ, നെയ്ത്തിനൊരു മുതലാളിയാണ് കേട്ടോ, നെയ്ത്ത് ശാല നടത്തുന്ന ആളാണ് രാമൻ മുതലാളി. ഈ രാമൻ മുതലാളി ഗുരുവിനെ വന്ന് കണ്ടു. ഗുരുവിൻ്റെ അടുക്ക പറഞ്ഞു, ഗുരു, അങ്ങ് കോലത്തുകരയുടെ മണ്ണിൽ ശിവനെയൊക്കെ പ്രതിഷ്ഠിച്ചു തന്നു, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള വിഗ്രഹാരാധനയിലൊന്നും താല്പര്യമില്ല സ്വാമി, വിശ്വാസമില്ല സ്വാമി. പക്ഷേ എനിക്ക് അങ്ങേ വിശ്വാസമാണ് സ്വാമി. അങ്ങ് ഞങ്ങൾക്കൊരു കൃതി എഴുതി തരണം, ഒരു പ്രാർത്ഥന എഴുതി തരണം സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ എഴുതി നൽകിയ കൃതിയാണ് ഗദ്യപ്രാർത്ഥന. അല്ലേ? നമ്മൾ ചൊല്ലാറില്ലേ, കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് തുടങ്ങുന്നത്. അതിനകത്ത് പറയുന്നില്ലേ, നാം ശരീരമല്ല അറിവാകുന്നു, ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരുന്നില്ലേ? ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു തരുന്നില്ലേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ? പറഞ്ഞു തരുന്നില്ലേ? നമ്മളിതൊക്കെ അറിയുന്നുണ്ടോ? അറിയണം കേട്ടോ. അറിഞ്ഞിട്ട് വേണം ഗുരുവിൻ്റെ സ്വരൂപത്തെ നമ്മളുടെ ഭവനത്തിലേക്ക് എത്തിക്കുവാൻ. ഗുരുസ്വരൂപത്തെ അറിഞ്ഞ് നമ്മൾ നമ്മളുടെ കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കുട്ടികളാരും ഒരു മോശാവസ്ഥയിലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ എനിക്കറിയാവുന്ന ധാരാളം, ഞാനൊക്കെ കുഞ്ഞിലെ മുതലേ സൺഡേ സ്കൂളിലൊക്കെ പോയി, കൊച്ചിലെ തൊട്ട് എനിക്കൊരു ഓർമ്മയായ കാലം തൊട്ട് എന്നെ സൺഡേ സ്കൂളിലൊക്കെ വിടാറുണ്ട്. സൺഡേ സ്കൂളൊക്കെ വേണം കേട്ടോ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ യൂണിയൻ്റെ ഭാഗമായിട്ട്, യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ ശാഖകളിലും രവിവാര പാഠശാല നിർബന്ധമാക്കുകയാണ്. എല്ലാ ശാഖകളിലും വളരെ നിർബന്ധമാണ്. നമ്മൾ ലഹരിക്കെതിരെയൊക്കെയുള്ള ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. ഇപ്പോഴല്ല അവർക്ക് ലഹരിയെപ്പറ്റിയോ അല്ലെ ലഹരിയുടെ മോശാവസ്ഥയെപ്പറ്റിയോ ക്ലാസ് എടുക്കേണ്ടത്. മറിച്ച് അവർ കുഞ്ഞായിരിക്കുന്ന കാലം മുതലേ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തിരിച്ചറിവുകൾ ഉണ്ടാക്കി കൊടുക്കുക അത്യാവശ്യമാണ്. ശാഖയൊക്കെ അത് ഏറ്റെടുത്തത് വളരെ കൃത്യമായിട്ട്. അതിന് വരുന്ന നഷ്ടം എനിക്കൊക്കെ അറിയാം. പല ശാഖാ സെക്രട്ടറിമാരും എന്നോട് പറയാറുണ്ട്, ഒരു ഉപരപാഠശാലയൊക്കെ നഷ്ടമാണ്, നീ പിള്ളേർക്കൊക്കെ വന്നിട്ട് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കണം, ചിലവാ, അതിൻ്റെ ചിലവ് നിങ്ങൾ കണക്ക് വെക്കരുത്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുകയെന്ന് ചോദിച്ചാൽ, ഇന്നലെ കൊണ്ട് കോടിയിട്ടതുപോലെ ശാഖാ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൊണ്ട് കോടിയിടേണ്ട വരും ഇതുപോലുള്ള കേസുകൾക്കൊക്കെ. കൂട്ടുകാരനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന കേസിന് ഏതെങ്കിലും ഒരുത്തൻ ചാവുമല്ലോ. ഇത് രണ്ടും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും നീ.
അവിടെ കൊണ്ട് കോടിയിടേണ്ട അവസ്ഥ നമുക്ക് വരും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് കുഞ്ഞിലേ മുതലേ തന്നെ വളരെ കൃത്യമായിട്ട് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്താൻ കഴിയണം. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ആണ്. ഞാനൊരു ശാഖയുടെ കൺവീനറും കൂടിയായിരുന്നു. ഓതറ 350 നമ്പർ SNDP ശാഖാ യോഗത്തിൻ്റെ കൺവീനർ കൂടിയായിട്ട് ഞാൻ കുറച്ച് നാൾ ഇരുന്ന്. ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ് ശാഖയുടെ. അപ്പം ഈ കാലയളവിലൊക്കെ കോടതി വരെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. ശാഖാ സെക്രട്ടറിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അവസ്ഥ വളരെ മോശമാണ്. നമ്മളുടെ കണക്കെടുക്കണം, നമ്മൾ തിരിച്ചറിയണമെന്നേ. നമ്മളിങ്ങനെ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ചതയത്തിനുമൊക്കെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു സംവിധാനം അല്ല നമുക്ക് വേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ സംഘടന കൊണ്ട് ശക്തരാകുവാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വെച്ചിട്ടാന്നേ. തീർച്ചയായിട്ടും ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അതിന് ഞാൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം വന്നിട്ട് ഒരേ കാര്യമില്ല, എല്ലാവരെയും കൂട്ടി വരണം. ഏത് കാര്യത്തിന് പോകുമ്പോഴും എല്ലാവരെയും ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളെ ഇതൊക്കെയല്ലേ പഠിപ്പിച്ചത്, അല്ലേ? പ്രാർത്ഥിക്കാൻ നമ്മളെ എന്താ പഠിപ്പിക്കാത്തത്? ഈ നിങ്ങളുടെ കോട്ടയത്തിൻ്റെ മണ്ണിൽ നാഗമ്പടത്ത് വന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി ചോദിക്കുന്നുണ്ട്, അല്ലേ? ശിവഗിരി തീർത്ഥാടനത്തിന് ഞങ്ങൾക്കും തീർത്ഥാടനം വേണം സ്വാമി, അല്ലേ? 2 പേര് വന്ന് അനുമതി ചോദിക്കുന്നില്ലേ? TK കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കൂടെ വന്ന് അനുമതി ചോദിക്കുന്നുണ്ട്. ഗുരു അനുമതിയൊക്കെ കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങളും കാര്യങ്ങളും അവർ എഴുതിക്കൊണ്ട് വന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അനുമതിയൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഗുരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലേ? ശിവഗിരി വെറും ഒരു തീർത്ഥാടന കേന്ദ്രമായാൽ മാത്രം മതിയോ? തീർത്ഥാടനത്തിന് ലക്ഷ്യങ്ങൾ വേണ്ടേ? അപ്പോഴാണ് അവർ ലക്ഷ്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ഗുരുവിൻ്റെ ഒരു വീക്ഷണം നോക്കിയേ. ഇങ്ങനെ പറഞ്ഞു തന്ന ആരുണ്ട്? ഒരു മനുഷ്യൻ്റെ 360 ഡിഗ്രി എങ്ങോട്ട് നോക്കിയാലും അവന് വേണ്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃഷിയും വ്യവസായവും കൊണ്ട് അഭിവൃദ്ധി പ്രാപിപ്പിക്കാൻ പറഞ്ഞ ഏതാചാര്യന്മാരുണ്ട്? ലിസ്റ്റ് വെച്ച് നിങ്ങൾ പറഞ്ഞതാ? എത്ര ആചാര്യന്മാരുണ്ട്? നിങ്ങൾ കൃഷിയും വ്യവസായവും കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുവാൻ പറഞ്ഞ എത്ര ആചാര്യന്മാരുണ്ട്? പറഞ്ഞതാ? ഇല്ല. തിരിച്ചറിയണം. ഗുരു അങ്ങനെയാണ്. അങ്ങനെ അവരുടെ ഇടയ്ക്കൽ ലക്ഷ്യങ്ങളിലേക്ക് പറ്റി ചോദിച്ചപ്പോൾ അവരും മിണ്ടാതെ നിൽക്കുക. എന്ത് ലക്ഷ്യം? അവർക്കറിയില്ല. നമുക്കറിയാവുന്ന തീർത്ഥാടനത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ഈശ്വരഭക്തി മാത്രമാണ്, അല്ലേ? ഈശ്വരനെ കണ്ടെത്തുക മാത്രമാണ് അതുവരെ നമ്മളുടെ തീർത്ഥാടനത്തിനുണ്ടായിരുന്ന ലക്ഷ്യം, അല്ലേ? ശബരിമലയിലെ തീർത്ഥാടനം എടുത്തോട്ടെ, ഏത് തീർത്ഥാടനം എടുത്തോട്ടെ, ഭക്തി മാത്രമാണ് ലക്ഷ്യം, അല്ലേ? ഇവിടെ മണർകാടും എനിക്ക് തോന്നുന്നു തീർത്ഥാടന കേന്ദ്രമല്ലേ? അവിടുത്തെ ലക്ഷ്യം എന്താണ്? ഭക്തിയാണ്, അല്ലേ? ഇതൊന്നും മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്, ഇത് മോശമല്ല. പക്ഷേ തീർത്ഥാടനങ്ങൾക്ക് അന്ന് വരെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഭക്തി മാത്രം, അല്ലേ? അവിടെ ചെല്ലുക, ഈശ്വരനെ കാണുക, തിരിച്ചു പോരുക, ഇതാണ്. പക്ഷേ ഗുരു പറഞ്ഞു ശിവഗിരി തീർത്ഥാടനത്തിന് അങ്ങനെയല്ല, ലക്ഷ്യമുണ്ടാവണം, അല്ലേ? എന്നിട്ടോ ഓരോ ലക്ഷ്യങ്ങൾ ഇടത് കൈയിലെ ഓരോ വിരലുകൾ മടക്കി ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഈശ്വരഭക്തിയാണോ? ആണോ? അല്ല. അവിടെയാണ് ഗുരുവിൻ്റെ പ്രത്യേകത. ഒന്നാമത് പറഞ്ഞത് വിദ്യാഭ്യാസം. രണ്ടാമതോ ഈശ്വരഭക്തി പറഞ്ഞോ? ഇല്ല, രണ്ടാമതും പറഞ്ഞില്ല. രണ്ടാമത് ശുചിത്വം പറഞ്ഞു. ഇത് രണ്ടും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈശ്വരഭക്തി ഉണ്ടാകുമെന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ആ 3 കൂട്ടം കാര്യങ്ങളും പിന്നീട് അങ്ങോട്ടുള്ള 5 കൂട്ടം കാര്യങ്ങൾ, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം അടക്കമുള്ള കാര്യങ്ങളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇതിനപ്പുറത്ത് മാറി മനുഷ്യന് വേറെ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നൊന്ന് പറഞ്ഞു തരാമോ? പറ്റുമോ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന രാവിലെ എഴുന്നേൽക്കുമ്പം മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ ഈ 8 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ചിന്തിച്ചു നോക്കിക്കൂ. അങ്ങനെയാണ് ഗുരു നമ്മളുടെ ആ ഒരു സിസ്റ്റത്തെ കൊണ്ടുവന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല, അല്ലേ? ഞാൻ ആദ്യം ചോദിച്ചതുപോലെ എന്താണോ താൻ നന്നാവാത്തതെന്ന് ചോദിച്ചതുപോലെ എന്താണ് നാം നന്നാവാത്തതെന്ന് നമ്മളോട് തന്നെ ആത്മചോദ്യം ചോദിക്കേണ്ട ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
ചോദിക്കണം, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ഇങ്ങനെയൊക്കെ ഒരു ഗുരു ഉണ്ടായിരുന്നിട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എന്താ നമ്മൾ നന്നാവാത്തതെന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ചോദിക്കണം. വേണ്ടേ? ചോദിക്കണ്ടേ? നമ്മളെ മക്കളെ കൊണ്ട് അത് ചോദിപ്പിക്കണം. വേണം. ഇല്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കയറി ഇറങ്ങേണ്ടതായിട്ട് തന്നെ വരും. ഒരു സംശയമില്ല കാര്യത്തിന്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ജനനി നവരത്ന മഞ്ജരി എന്ന് പറയുന്ന ഒരു കൃതി നമുക്ക് എഴുതി തന്നു. ശാരദയെ 1912 ശിവഗിരിയുടെ മണ്ണിൽ, അല്ലേ, ശിവഗിരിയുടെ വിദ്യാസ്വരൂപിണിയായിട്ട് അതിദേവതയായിട്ട് നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നില്ലേ ശാരദയെ പ്രതിഷ്ഠിച്ചു തന്നിട്ട് ഗുരുദേവൻ ശാരദയുടെ കയ്യിൽ വല്ല വാളോ കത്തിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. ശാരദയുടെ കയ്യിൽ എന്തൊക്കെയാണ് കൊടുത്തത്? ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ പ്രാപിപ്പിക്കുവാൻ വേണ്ടി, അല്ലേ, ധർമ്മത്തിൻ്റെ രൂപമായിട്ട് പുസ്തകം, അല്ലേ, അർത്ഥം ഒരു കുടം. നോക്ക്, ശാരദയില്ലേ ഇവിടെ? ഉണ്ട്. കുടം. അടുത്തത് കാമം, നമ്മളുടെ ആഗ്രഹങ്ങളുടെ പ്രതീകമായിട്ട് ഒരു തത്ത. ഇനി അവിടുത്തെ അവസാനം മോക്ഷത്തെ പ്രാപിക്കുവാനായിട്ട് ചിന്മുദ്ര വച്ചിട്ട് ശാരദാദേവീനെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ശിവഗിരിയുടെ മണ്ണിൽ നമ്മളുടെ അതിദേവതയായിട്ട് പ്രതിഷ്ഠിച്ച് തന്നില്ലേ? തന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ജനനി നവരത്ന മഞ്ജരി എന്ന് പറയുന്ന ഒരു കൃതിയും കൂടി എഴുതി തന്നില്ലേ? നമ്മളുടെ മക്കളെയെല്ലാം പഠിപ്പിക്കണം കേട്ടോ. നമ്മളുടെ മക്കളെ എല്ലാവരെയും അത് പഠിപ്പിക്കണം. അതിൽ പറഞ്ഞു തരുന്നുണ്ട്, മാനായതും ഭവതി മീനായതും ജനനി നീ നാഗവും നഗഗം താനായതും ധരനദീനാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി. അല്ലേ? ഇത് നമ്മളുടെ മക്കൾ പഠിച്ചാൽ നമ്മളുടെ നേരെ നിൽക്കുന്ന ഒരു ജീവിയെയും തല്ലുവാനോ കൊല്ലുവാനോ അവൻ തയ്യാറാവില്ല. ഇത് നമ്മൾ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ? അവനും നീയും ഞാനും എല്ലാം ഒന്നാണെന്നുള്ള ഒരു സത്യത്തിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ആ മറ്റവനെ ഉപദ്രവിക്കാൻ തോന്നുമോ? ഗുരു അങ്ങനെയല്ലേ നമ്മെ പഠിപ്പിച്ചത്? ഒരു ഉറുമ്പിന് പോലും പീഡ വരുത്തരുതെന്നല്ലേ പഠിപ്പിച്ചത്? ഒരു ഉറുമ്പിന് പോലും, അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അതാണ് കുമാരനാശാൻ ഞാൻ മുമ്പേ പറഞ്ഞ ഗുരുസ്തവത്തിൻ്റെ ഏറ്റവും അവസാനം അത് മാറ്റിക്കളഞ്ഞു കേട്ടോ. പക്ഷെ അതിൻ്റെ തത്വങ്ങളെ പറ്റിയിട്ടൊന്നും എനിക്ക് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും നമ്മളുടെ ഗുരുസ്തവത്തിൻ്റെ 7ാമത്തെ ശ്ലോകമായിട്ട് കുമാരനാശാൻ അന്ന് ഗുരു എന്ന് പറയുന്ന കീർത്തനം എഴുതിയപ്പോൾ, അല്ലെ കവിത എഴുതിയപ്പോൾ, അതിന് 7ാമത് ഇന്ന് നമ്മൾ ചൊല്ലുന്നതും കഴിഞ്ഞിട്ട് ഒരു സ്റ്റാൻസും കൂടി ഉണ്ടായിരുന്നു, ശ്ലോകം കൂടി ഉണ്ടായിരുന്നു. തൻപോലെ എറുമ്പാതികയും പാർത്തിടും അങ്ങയ്ക്ക് അൻപോടുലകർത്തി പുജിരായുസ്സുദയാബ്ദേ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു 4 ലൈൻ ഉണ്ടായിരുന്നു, അല്ലേ? എന്നിട്ട് പറയുന്നത് എന്തുവാ? തൻപോലെ എറുമ്പിനെ പോലും തൻ്റെ പോലെ കരുതുന്ന ഗുരുവിന് അങ്ങയ്ക്ക് ചിരായുസ് ദയാബ്ദേ, അതുപോലെ ആയുസ്സുണ്ടാവട്ടെ എന്നാണ് ആശംസിച്ചത്. കുമാരനാശാൻ അങ്ങനെ ആശംസിച്ചത്. കുമാരനാശാന് ഗുരുവിനെ കൃത്യമായിട്ടറിയാം. 1891 മുതൽ കുമാരനാശാന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ അറിയാം. 1891 കുമാരനാശാൻ്റെ വീട്ടിൽ വെച്ച്, തൊമ്മൻ വിളാകം ഭവനത്തിൽ വെച്ച് കുമാരനാശാൻ ഗുരുവുമായി ആദ്യമായി കണ്ടുമുട്ടുന്നുണ്ട്. അതിനുശേഷം 1893 കോലത്തുകരയിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ചാണ് വീണ്ടും കുമാരനാശാനെ കണ്ടുമുട്ടുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അന്നാണ് കോലത്തുകരയിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് സമസ്യാപൂരണം, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിതിയെ എന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഒരു സമസ്യ അവതരിപ്പിച്ചപ്പോൾ അതിന് പൂരണമായിട്ട് കാലൻ കനിവറ്റു കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുത് എന്ന് പറഞ്ഞ് ഒരു കമ്പി ഇങ്ങനെ ചെത്തിയാൽ അതെങ്ങനെ ചേർത്ത് വെച്ചാൽ ഒന്നിച്ചിരിക്കുമോ അതുപോലെ തന്നെ മറുപടിയുമായി കുമാരനാശാൻ വരുന്നതും പിന്നീട് ഗുരുവിൻ്റെ കൂടെ കൂടുന്നതും ഒക്കെ ചരിത്രമാണ്. ആ 1893 മുതൽ മഹാകവി കുമാരനാശാൻ പല്ലനയുടെ ആഴങ്ങളിൽ വിലയം പ്രാപിക്കുമ്പോൾ ഏതാണ്ട് 31 വർഷക്കാലം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഒപ്പം ഗുരുവിനെ അറിയുവാനും അനുഭവിക്കുവാനും സാധിച്ച വ്യക്തിത്വമാണ് മഹാകവി കുമാരനാശാൻ.
ആ മഹാകവി കുമാരനാശാനാണ് പറഞ്ഞത്, തൻപോലെ എറുമ്പാധികയും പാർത്തിടും അങ്ങയ്ക്ക്. ഒരു ഉറുമ്പിനെ പോലും താൻ എങ്ങനെയാണോ തന്നെ നോക്കുന്നത്, എല്ലാവർക്കും അവരവരെ ഇഷ്ടമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, അതുപോലെയായിരുന്നു ഒരു ഉറുമ്പിനെ പോലും ഗുരു കണ്ടിരുന്നത്. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ നമുക്കതിനകത്ത് കാണാൻ കഴിയും. ഇന്ന് കൈ കഴുകുന്ന ഇടത്ത് പോയിട്ട് നാളെ കൈ കഴുകില്ല. അവിടെ ഇന്നലെ നമ്മളുടെ കയ്യിലെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുവാൻ ഉറുമ്പ് അടക്കമുള്ള പ്രാണികൾ വന്ന് അവിടെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ കൈ കഴുകില്ല. അതായിരുന്നു ഗുരുവിൻ്റെ കരുണ കേട്ടോ, അതായിരുന്നു ഗുരുവിൻ്റെ അനുകമ്പ. ഗുരു എല്ലാം ചുമ്മാതെ പറയുമൊന്നുമല്ലായിരുന്നു, എല്ലാം കാണിച്ചു തരുമായിരുന്നു. പറച്ചിലൊന്നുമില്ല, എല്ലാം കാണിച്ചു തന്നിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ സന്യാസി വര്യന്മാരൊക്കെ ഗുഹകളിലും അതുപോലെയുള്ളിടത്തും തപസ്സൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നതല്ലാതെ നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന എത്ര പേരുണ്ട്? ചിന്തിക്ക്. ഞാൻ ചിന്തിക്കാൻ വേണ്ടി കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ 2-3 കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കണം, എത്ര പേരുണ്ട്? ആരുമില്ല. അങ്ങനെയായിരുന്നു ഗുരു എല്ലാം നമുക്ക് കാണിച്ചു തരുമായിരുന്നു. പറയുക മാത്രമല്ല, പ്രവൃത്തിയും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അങ്ങനെയായിരുന്നു ഗുരു. അങ്ങനെയുള്ള ആ ഗുരുവിനെയാണ് കുമാരനാശാൻ ആ നമ്മുടെ ഗുരുസ്തവത്തിൻ്റെ അവസാന വരിയിലൂടെ പറഞ്ഞത്. ആ ഗുരു നമ്മളെയും പഠിപ്പിച്ചില്ലേ അനുകമ്പാ ദശകത്തിലൂടെ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക, അല്ലേ? നമ്മളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ? ഇങ്ങനെയൊക്കെ കേട്ടോ ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഇനിയും ഗുരുവിന് വേറൊരു ശിഷ്യനുണ്ട്, ബോധാനന്ദ സ്വാമി. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തൻ്റെ പരമ്പര ബോധാനന്ദനിലൂടെ തുടരുമെന്ന് പറഞ്ഞ ബോധാനന്ദ സ്വാമി, ഗുരു അനന്തരഗാമിയായിട്ട് അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമി. ഈ ബോധാനന്ദ സ്വാമി പറഞ്ഞു തന്നില്ലേ? എന്നാ പറഞ്ഞു തന്നത്? തന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും, നന്നായി വരട്ടെ മമ വൈരി ജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ്. അല്ലേ? ഒന്ന് ആലോചിച്ചേ. ഗുരു അനുകമ്പാ ദശകത്തിൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ശിഷ്യൻ പറയുന്നു, എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും, നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും. മമ വൈരിജനങ്ങൾ നന്നാവണമെന്നല്ല പറഞ്ഞു കേട്ടോ, അവർ നന്നാവണമെന്ന് എൻ്റെ മനസ്സിനെയാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. അവർ നന്നാവണമെന്നല്ല പറഞ്ഞത്, എൻ്റെ മനസ്സാണ് നന്നാവേണ്ടത്. അങ്ങനെ കേട്ടോ നമ്മളെ ഇവർ പഠിപ്പിക്കുന്നേ. ഗുരുവും ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ചതൊക്കെ അങ്ങനെയാണ്. എന്നിട്ടും നമ്മൾ നന്നായോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, ഞാൻ നന്നായോ എന്ന് ചോദിക്കണം. ഇല്ല എന്നായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുക. നന്നാവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇനിയും ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും, നമ്മുടെ കുടുംബത്തിലൊക്കെ വളരെ കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള അവസരങ്ങളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ, നമ്മളൊരു രോഗം വരുമ്പോൾ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ മരുന്ന് തരും, ഇല്ലേ? മരുന്ന് തരത്തില്ലേ? മരുന്ന് തന്നിട്ട് ഡോക്ടർ എന്നാ പറയും? 1 വീതം 3 നേരം കഴിക്കേ, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും കഴിക്കേ എന്നൊക്കെ പറയത്തില്ലേ? എന്നു പറഞ്ഞതുപോലെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ബലശ്രുതി അടക്കം അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞു തന്ന് പ്രാർത്ഥനകൾ പോലും നമുക്ക് എഴുതി തന്നില്ലേ? നമ്മൾ ചൊല്ലാറുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ ചൊല്ലണം കേട്ടോ, ഒരു മുടക്കും ഇല്ലെന്നേ. 10-15 മിനിറ്റ് നമ്മൾ ഫോണൊക്കെ എടുത്ത് റീൽസൊക്കെ ഇങ്ങനെ തള്ളി കാണുന്ന സമയത്തെ ഒരു 10 മിനിറ്റ് മതി. ഭദ്രകാളി അഷ്ടകം എന്ന് പറയുന്ന ഒരു കൃതി നമുക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. ഭദ്രകാളി അഷ്ടകം. ശ്രീമച്ചങ്കര പാണിവല്ലഭകിരം ലോലംബമാലോല സന്മാലോല മല കലാപകാലകബരി ഭാരാവലിയും ബാസുരിയും കാരുണ്യാമൃത വാരിരാശിലഹരി പീയൂഷ വർഷാവലിയും ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീ ഭദ്രകാളിയും ഭജയും എന്ന് പറയുന്ന കൃതി. ഈ ഭദ്രകാളി എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന വലിയ ഈ വെട്ടോത്തിയും പിച്ചാത്തിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഭദ്രകാളിയൊന്നും അല്ല കേട്ടോ. ഗുരുവിൻ്റെ ഭദ്രകാളി
ഭദ്രം ചെയ്യുന്നവൾ, കറുത്തവൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമ്മളത് ചൊല്ലിയാൽ വലിയ ഭദ്രകാളിയുടെ ഇതൊക്കെ ആയിപ്പോ. ഒന്നുമില്ല. ഭഗവാന്റെ ഭദ്രകാളിക്ക് വളരെ കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. മക്കൾക്ക് ഭദ്രം ചെയ്യുന്ന കറുത്തവൾ എന്ന് മാത്രമേ ഭദ്രകാളിക്ക് അർത്ഥമുള്ളൂ. ആ ഭദ്രകാളിയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ചൊല്ലണം. അതിനകത്തെ വരികളൊക്കെ വായിക്കുമ്പോൾ ആ ഭദ്രകാളിയുടെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ ഭദ്രകാളിയുടെ ഭംഗിയിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഭദ്രകാളി അഷ്ടകം ചൊല്ലിയാൽ നമുക്ക് എന്ത് ഗുണമുണ്ടാകുമെന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ചൊല്ലാറുണ്ടോ? ഇല്ല, നമ്മൾ ചൊല്ലത്തില്ല. നമുക്ക് ഗുണം കിട്ടുന്ന പരിപാടിയൊന്നും നമ്മൾ എടുക്കത്തില്ല. ഫ്രീ ആയിട്ട് വല്ലോ ഗുണമോ എന്തെങ്കിലും സംഭവം കിട്ടുക നമ്മൾ 10-20 രൂപ കൊടുക്കാൻ തയ്യാറാണ്. ഒരു അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ SNDP ഇവിടെ വന്ന് ഗുരുവിൻ്റെ മുന്നിൽ ഗുരുപൂജയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂജ എഴുതി നമുക്കിത് കൊടുത്താൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് പണിയെടുക്കാനൊന്നും വയ്യ. ഭദ്രകാളി അഷ്ടകം പഠിക്കണം, പിന്നെ അത് ചൊല്ലണം, അല്ലേ? എന്തെല്ലാം പാടാ. ഞാൻ ചോദിക്കട്ടെ, അമ്മമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ, കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കഞ്ഞിയൊക്കെ വെച്ചോണ്ട് ചായയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ? ഒന്നും പോയില്ലല്ലോ, കുറച്ച് സമയമല്ലേ വേണ്ടുള്ളൂ. എന്നും ചൊല്ലണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. ദേവീ പാദ പയോജ പൂജനമിതി ശ്രീഭദ്രകാളി അഷ്ടകം രോഗൗഗാഗന അനിലായതമിതം പ്രാതപ്രകേയപ്പടൻ. അല്ലേ? രാവിലെ ചൊല്ലണമെന്നാണ് പറയുന്നത്. പ്രാതപ്രകേയപ്പടൻ ശ്രേയസ് ശ്രീ ശിവകീർത്തി സമ്പത്ത്. നമ്മൾ എന്തിനെല്ലാം വേണ്ടി കിടന്ന് ഓടുക? ചൊല്ലാറുണ്ടോ? ഫ്രീ ആയിട്ട് തന്നതാ നീ. ഭഗവാൻ ശ്രീനാരായണ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയാണ് ഈ പറയുന്നത്. അല്ലാതെ മക്കളെ തല്ലരുത്, മക്കളെ പൂട്ടിയിടണം, മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നൊന്നും പറയുന്നതുകൊണ്ട് ഒരു ഭദ്രത ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഭദ്രത ഉണ്ടാവണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് ഭദ്രത ഉണ്ടാവണമെങ്കിൽ ഗുരു തന്നെ പറയുന്നില്ലേ? എന്തൊക്കെയാണ് പറയുന്നത്? ശ്രേയസ്, കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാവും, ശ്രീ ഉണ്ടാവും, ഗുണമുണ്ടാവും, ഐശ്വര്യമുണ്ടാവും, സമ്പത്തുണ്ടാവും. ഇതെല്ലാം സംപ്രാപ്യ സമ്പന്മയീം. അതിന് ആ ദേവീനെ ഉപാസിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ദേവി എന്ന് പറയുന്നത് ഒരു സ്വരൂപമൊന്നും അല്ല ഗുരുവിൻ്റെ ദേവി. ഇത് ചൊല്ലി നോക്കണം. അതിനകത്ത് ആ ദേവിയുടെ സ്വരൂപമൊക്കെ വർണ്ണിക്കുന്നത് നമുക്ക് എന്ത് മനോഹരമായിട്ടാണെന്നറിയോ? ഒരു വെട്ടോത്തിയും പിച്ചാത്തിയും പിടിച്ച ഒരു ദേവി ഇല്ലെന്ന് അതിനകത്ത്. അങ്ങനെയാ നമ്മൾ ചൊല്ലണം. ഇന്ന് മുതലെങ്കിലും, ഇന്നിനിപ്പോൾ രാവിലെ കഴിഞ്ഞു പോയില്ലേ, നാളെ മുതലെങ്കിലും തീർച്ചയായിട്ടും അമ്മമാർ ഇതൊക്കെ ചൊല്ലാൻ ശ്രമിക്കണം. ഇനിയുമുണ്ട്, കാളി നാടകമുണ്ട്. വളരെയേറെ പ്രത്യേകതകളുള്ള കൃതിയാണ് കാളി നാടകം. നമ്മുടെ വീട്ടിലൊക്കെ വഴക്കോ ബഹളമോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള നമ്മുടെ അയൽ വീട്ടുകാരുമായിട്ട് വഴക്കോ, നമ്മുടെ വീട്ടിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും പോലൊക്കെയാണ് അമ്മായിയമ്മയും മരുമോളും എങ്കിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നൊരു സാധനമാണ് കേട്ടോ കാളി നാടകം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ബ്രെയിനിനെ പ്രവർത്തിപ്പിച്ച് നമ്മളെ ശാന്തമായിട്ടുള്ള ഹാപ്പി ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കൃതിയാണ്. അത് കൃതിയുടെ പ്രത്യേകത മാത്രമല്ല, ആ വൃത്തത്തിൻ്റെ പ്രത്യേകതയും അങ്ങനെയാണ്. ഓരോ കൃതിയും ഓരോ വൃത്തത്തിലാണല്ലോ എഴുതുന്നത്. അങ്ങനെ വളരെ വിഖ്യാതമായിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള, ആരും അധികം ഒന്നും കൈകാര്യം ചെയ്യാത്ത തരത്തിലുള്ള വൃത്തത്തിലാണ് കാളി നാടകം പോലും എഴുതിയിട്ടുള്ളത്. ചൊല്ലണം. ഇച്ചിരി പാടാ, ഇച്ചിരി ശ്വാസമൊക്കെ വേണം. നമുക്ക് ശ്വാസത്തിൻ്റെ അളവൊക്കെ, നമുക്ക് ശ്വാസം പിടിച്ച് നിൽക്കാനൊക്കെയുള്ള കഴിവുകളൊക്കെ കൂടും. അതുകൊണ്ട് നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസ് കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ ചുമ്മാ നമ്മൾ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇഷ്ടദേവ സ്തുതികൾ പോലെ അല്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന മഹാമുനി നമുക്ക് വളരെ, ഒരു ഡോക്ടർ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെ പരിചരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്. നമ്മളിതൊന്നും ഉപയോഗിക്കണം. നമുക്കാകെ ഒരു 4-5 കൃതിയായിരിക്കും ചൊല്ലുന്നത്, ഇച്ചിരി എളുപ്പമുള്ളത്. ശിവശങ്കര അതാകുമ്പോൾ എളുപ്പം 5 ഇതേ ഉള്ളൂ.
അനുകമ്പാദശകവും വലിയ കുഴപ്പമില്ല, നമുക്ക് ചെല്ലാനൊക്കെ എളുപ്പമാണ്. പിന്നെ കോലതീരശസ്തവം ചൊല്ലുമായിരിക്കാം. അങ്ങനെ കുറച്ച് കൃതികളൊക്കെയാണ് നമ്മൾ സെലക്റ്റഡായിട്ട് വെച്ചിട്ടുള്ളത്. അതൊന്നും ചെല്ലണ്ടെന്നോ അതും മോശമാണെന്നുമല്ല, അതിനെല്ലാത്തിനും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഗുരുവിൻ്റേതായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. എന്നാൽ അതിൽ നിന്നുമൊക്കെ ഇങ്ങനെയുള്ള കൃതികളും കൂടി നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. ഈ പറയുന്ന കാളി നാടകം, നമോ നാദ ബിന്ദു ആത്മികേ നാശഹീനേ നമോ നാരകാദീഡ്യ പാതാരവിന്ദേ നമോ നാൻമറയ്ക്കും മണിപ്പൂം വിളക്കേ നമോ നാരകാദി പ്രിയാംബ നമസ്തേ, അല്ലേ? അവിടം വരെ പോയിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങുക. സമസ്ത പ്രപഞ്ചം സൃജിച്ച്, അതിന് ഇങ്ങനെ ട്യൂണൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങ് പോവാ, നിർത്തുന്നില്ല, ഒരു സ്റ്റോപ്പില്ല, പോയിക്കൊണ്ടേയിരിക്കുക. നിരന്തരമായിട്ട് ചൊല്ലാമെങ്കിൽ നമുക്ക് ഈ ശ്വാസതടസ്സം പ്രശ്നങ്ങളെല്ലാം മാറും. അങ്ങനെയാണ്. മന്ത്രമാണ് മന്ത്രം. നമുക്ക് പണ്ട് കേട്ടിട്ടില്ലേ, വേദം പഠിക്കുന്ന ശൂദ്രൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലേ? ആ കാലത്ത് ഗുരു നമുക്ക് വേറൊരു കൃതി എഴുതി തന്നിട്ടുണ്ട്, ബാഹുലയ അഷ്ടകം. മന്ത്രങ്ങളുടെ പൂരമാണ്. ചുമ്മാ അങ്ങ് ചൊല്ലിയാൽ മതി, മന്ത്രമാണ്. ഒരു മടിയും വിചാരിക്കണ്ട, ബാഹുല്യാഷ്ടമൊക്കെ ചൊല്ലണം. നമുക്കൊക്കെ എന്തെങ്കിലും പേടിയോ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ചൊല്ലാവുന്ന ഏറ്റവും മഹത്തായ കൃതിയാണ് ബാഹുല്യാഷ്ടകം. ഇതൊക്കെ ഒറ്റമൂലിയായിട്ട് പ്രവർത്തിക്കേണ്ട സാധനങ്ങളാണ്. നമ്മളുടെ വീട്ടിലെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയുടെ ഭാഗമായിട്ട് ഒറ്റമൂലിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓം 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 ഹോമധൂമ പ്രകടതടജടാ കോടി ഭോഗി പ്രഭൂരം അം 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 ആതിഥേയ പ്രണതപദ ഭോരുക ശ്രീവിലാസം ഉഗ്രനേത്ര ത്രേലസിത വവുർ ജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്ത ബ്രഹ്മഹരമനിശം ഭാവയേ ബാഹുലേയം എന്ന് പറഞ്ഞ് ഓം ഹ്രീം ശരഹണ ഭവ എന്ന ആദ്യ അക്ഷരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന, പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള. അടുത്തത് ഹ്രീം 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 ഹൃഷ്ട ഷട്കന്ധര മകമരണാരണ്യ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ശ ശം 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 ശബ്ദരൂപം ശശിധരം അമലം ശങ്കരം സാംബമൂർത്തി എന്ന് പറഞ്ഞിട്ട് അടുത്തത് ശര രം 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 രമ്യദേഹം രജതഗിരിഗ്രഹം രക്തപത്മാംഗ്രി യുഗ്മം എന്ന് പറഞ്ഞിട്ട് അടുത്തത്. അതിൻ്റെ ഉണ്ട് കേട്ടോ, റിം 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 രും രും രും, അങ്ങനെ താപ്പോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശര ഹ ഹം 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 എന്ന് പറഞ്ഞിട്ട് ഹം 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 ഹംസയോഗി പ്രവരസുഖകരം ഹസ്തലക്ഷ്മി സമേതം ഹിം 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 ഹീനമാനം ഹിതസുഖവരദം ഹിംസയാ വേദഗീലം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പിന്നെ രം 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 ഭ ഭം 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 ഉണ്ട്. ലാസ്റ്റ് വം 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 ശരഹണ ഭവ എന്ന് നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്ന ഒരു വലിയ സൈക്കോളജി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ബാഹുല്യാഷ്ടകത്തിലൂടെ നമുക്ക് തന്നില്ലേ? നമ്മൾ ചൊല്ലാറുണ്ടോ? ഇല്ല, നമ്മൾ ചൊല്ലില്ല. ഇന്ന് മുതൽ എല്ലാ അമ്മമാരും വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കാം കേട്ടോ. നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെയും കാണാൻ പോകേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പരിഹരിക്കപ്പെട്ട് തരും. ഇനിയും ഉണ്ട് കേട്ടോ, നമ്മളുടെ മക്കൾക്ക് വേണ്ടി ദേവി പ്രണാമ ദേവി അഷ്ടകം എന്ന് പറയുന്ന ഒരു കൃതി എഴുതി തന്നിട്ടുണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. നമ്മളുടെ മക്കളെ പഠിപ്പിക്കണം ദേവി പ്രണാമ ദേവി അഷ്ടകം. കുട്ടികൾക്കൊക്കെ ഏതൊരു മത്സര പരീക്ഷയിലും അവരുടെ ബുദ്ധി അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള കഴിവ്, ഏത് ഭാഷയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. ഇനിയൊക്കെ നമ്മുടെ കുട്ടികളാരും നാട്ടിൽ നിൽക്കത്തില്ല, എല്ലാവരും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോകുന്ന കുട്ടികളാണല്ലോ ഉള്ളത്. ഇവർക്ക് ജർമ്മൻ ഭാഷ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ IELTS ഒക്കെ പഠിക്കാൻ പോകുമ്പോഴോ ഒക്കെ അവർക്ക് ഈ ഒരു പ്രാർത്ഥന പ്രയോജനം ചെയ്യും. അതിനകത്തെ വാക്കുകളെല്ലാം അങ്ങനെയാണ് അടുക്കി വച്ചേക്കുന്നത്. ഇതെല്ലാം പഠിക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ട് ആദ്യമുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു കുഴപ്പമില്ല കേട്ടോ, സിമ്പിളായിട്ട് പറ്റും. അങ്ങനെയാണ്. അതും നമ്മളുടെ മക്കളെ നിർബന്ധമായിട്ടും പഠിപ്പിക്കണം, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. ആദ്യം ഒരു ബുക്കൊക്കെ എടുത്ത് അതിൻ്റെ ഓരോ പദങ്ങൾ പിരിച്ച് എഴുതി അവരെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കണം. അവരെ കൊണ്ട് അത് നിരന്തരം ചൊല്ലിക്കണം. അവർക്ക് ഏത് പ്രശ്നങ്ങളിലും, അവരുടെ ഏത് പരീക്ഷകളിലും, ഏത് മത്സരങ്ങളിലും അവർക്ക് വിജയിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഘടന, ആ പ്രാർത്ഥനയുടെ ഘടന. അങ്ങനെയാണ്. പാദഭക്തജന പാലനാധിക പരായണ ഭവ ഭയാഭഹ
ഭൂതമാനസ പുരാണ പൂരുഷ പുരന്തരാദി പുരുപൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത ശാദ ശാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയതാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒന്നാമത്തെ ശ്ലോകം. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇച്ചിരി പാടാ, അങ്ങോട്ട് ചൊല്ലണം. വളരെ നമുക്ക് ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് നമുക്ക് ചൊല്ലാൻ കഴിയുന്ന രീതിയിലാണ് ഈ പ്രാർത്ഥനകളൊക്കെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് രചിച്ചു തന്നിട്ടുള്ളത്. ഇനിയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അരുവിപ്പുറത്തിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഭക്തരൊക്കെ നല്ല വിഷമത്തോടുകൂടി ഭഗവാനെ വന്ന് സമീപിച്ചു. ഭഗവാനെ, ഗുരുദേവ, ഇപ്പോഴാണ് കേട്ടോ നമ്മളുടെ വേദിയിലൊക്കെ നമ്മുടെ ശാഖയുടെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും അടക്കം അദ്ദേഹം പണ്ട് അരുവിപ്പുറത്ത് അത് ചെയ്തു, അദ്ദേഹം പണ്ട് അരുവിപ്പുറത്ത് മറ്റേത് ചെയ്തു, അദ്ദേഹം ഇത് ചെയ്തു, അദ്ദേഹം അത് ചെയ്തു എന്ന് ഗുരുവിനെ സംബോധന ചെയ്യുന്നത്. പണ്ട് ഗുരു ജീവിച്ചിരുന്ന കാലത്ത് പോലും ഒറ്റയൊരാൾ പോലും ആരെ വേണം എടുത്തോ, നമ്മൾ അന്ന് കാലത്ത് നമുക്കറിയാവുന്ന ആരെ വേണമെങ്കിലും എടുത്തോ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ, ശ്രീനാരായണ പരമഹംസദേവൻ, സ്വാമി, ഇതൊക്കെ അല്ലാതെ അദ്ദേഹമൊന്നും ഒരുത്തനും വിളിച്ചിട്ടില്ല. പണ്ടുള്ള വിശിഷ്ട വ്യക്തികളെ കഴിഞ്ഞും വലുതായെന്ന് കരുതുന്ന ആളുകളാണ് ഇന്നങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഒരു ചരിത്രമാണ്, ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് നമ്മളുടെ വേദിയിൽ പോലും എനിക്കൊക്കെ പല ഇതിലും അറിയാം, പല ശാഖയുടെയൊക്കെ സെക്രട്ടറിമാരും, ഇവിടുത്തെ അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, ഇവിടുത്തെ അല്ല, പല ശാഖയുടെ സെക്രട്ടറിമാർ പോലും പറയും അദ്ദേഹം കൊണ്ട് അരുവിപ്പുറത്ത് അത് ചെയ്തായിരുന്നു, ഇത് ചെയ്തായിരുന്നു. ഏതദ്ദേഹം? നമ്മൾ മാറണം കേട്ടോ. ഞാനിപ്പോൾ ആ സിറ്റുവേഷൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയതാണ്, അത് പോട്ടെ. അപ്പം അരുവിപ്പുറത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ ആ ഭക്തർ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. അരുവിപ്പുറത്തൊക്കെ നല്ല വരൾച്ചയാണ്, നെയ്യാറൊക്കെ വറ്റി വരണ്ടു, വെള്ളമില്ല, ആകപ്പാടെ പ്രശ്നമാണ്, വരൾച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഗുരുവിനെ വന്ന് കണ്ടു. ഗുരുവിനോട് തൻ്റെ വിഷമങ്ങൾ ഭക്തർ എല്ലാവരും പറഞ്ഞു. സ്വാമി, വെള്ളമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, സ്വാമി എന്തെങ്കിലും വഴി കാണണം. സ്വാമി ചോദിച്ചു, സ്വാമി എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാനെന്ത് വഴി കാണാനാണ്? ഗുരുവിൻ്റെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ആര് വന്ന് എന്ത് ചോദിച്ചാലും ഗുരു ആദ്യം അങ്ങനെ ചോദിച്ചുകളയും, നാം എന്ത് ചെയ്യാനാണ്? അപ്പോൾ പറഞ്ഞു, അങ്ങേക്കൊണ്ടേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുള്ളൂ. ഓഹോ, നിങ്ങൾക്ക് നമ്മെ അത്ര വിശ്വാസമോ? പറഞ്ഞു, പരിപൂർണ വിശ്വാസമാണ് സ്വാമി, സ്വാമിയെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ സ്വാമി അവർക്ക് അവരുടെ സംഭാഷണങ്ങൾക്കൊക്കെ ശേഷം ഒരു പ്രാർത്ഥന എഴുതി കൊടുക്കുന്നുണ്ട്. അർദ്ധനാരീശ്വര സ്തവം ഇല്ലേ? ശിവനോട് അങ്ങനെ ചോദിക്കുവാൻ, ശിവഭഗവാന്റെ അടുക്കൽ എങ്ങനെ ചോദിക്കുവാൻ എനിക്ക് തോന്നുന്നു ഗുരുവിന് മാത്രമേ കഴിയുള്ളൂ. പണ്ട് സുബ്രഹ്മണ്യൻ്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടല്ലേ, എച്ചിൽ ചോറുണ്ട പുള്ളിക്ക് ഇനിയൊരു മകനാം, നീ ഇരപ്പാളി ഞാനോ പിച്ചക്കാരൻ എന്ന് പറഞ്ഞ ഗുരുവാണ് അല്ലേ? ആ ഗുരു അർദ്ധനാരീശ്വര സ്തവത്തിൽ ശിവനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. മുടിയിൽ വെള്ളം വെച്ചുകൊണ്ടിരുന്നിട്ട് പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിന് ശരിയാണോ എന്നുള്ള ചോദ്യം ശിവൻ്റെ അടുക്ക പോലും ചോദിക്കുവാൻ അധികാരം, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുവാൻ കഴിയുന്ന ഒരാളാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള കൃതിയാണ് അർദ്ധനാരീശ്വര സ്തവം. നമ്മളുടെ ജീവിതത്തിൽ അതുപോലെ ഏത് പ്രതിസന്ധികളിലും വരൾച്ച ഉണ്ടാകുമ്പോൾ, അതിന് വെള്ളത്തിൻ്റെ വരൾച്ച എന്നൊന്നും ഇല്ല കേട്ടോ. വെള്ളം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കുടിവെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല, ആ ഒരു വരൾച്ച അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ വരൾച്ചയിലും ഇനിയും അതല്ല, സാമ്പത്തികമായിട്ടുള്ള വരൾച്ചയാണെങ്കിലും സമാധാനത്തിൻ്റെ വരൾച്ചയാണെങ്കിലും ഏത് വരൾച്ചയാണെങ്കിലും നമുക്ക് അതിന് പ്രതിവിധിയായിട്ടുള്ള ഒരു കൃതിയാണ് അർദ്ധനാരീശ്വര സ്തവം. ഗുരുദേവൻ അത് എഴുതി കൊടുത്തു. അത് അവിടെ വെച്ച് തന്നെ അത് ചൊല്ലിക്കേൾപ്പിച്ചു. ചൊല്ലി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നെയ്യാറ് കര കവിഞ്ഞൊഴുകുമാറ് മഴ പെയ്തു എന്ന് മലയാള മനോരമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രമാണ്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? ഇപ്പോൾ യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് എത്ര പേർക്ക് കൊടുത്തെന്ന് ചോദിച്ചപ്പോഴേക്കുന്ന എല്ലാ അമ്മമാരും പറയും, കൃത്യമായിട്ട് പറയും, ഒരക്ഷരം തെറ്റാതെ, ഒരു പൂജ്യം പോലും കുറയാതെയും കൂടാതെ അവർ കൃത്യമായിട്ട് പറയും. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിരന്തരമായ പഠനവും നിരന്തരമായ ഇപ്പം നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മളൊക്കെ തന്നെ മതിയെന്നേ, ഇവിടെയുള്ള അമ്മമാർ തന്നെ ഓരോരുത്തരും ഓരോ വിഷയങ്ങളെപ്പറ്റി പഠിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ടറിയാവുന്ന കാര്യങ്ങൾ പഠിക്കണം, അല്ലാതെ പറ്റില്ല.
ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സാഹിത്യപരമായിട്ട് ഏറ്റവും കൂടുതൽ ബുക്കുകളുള്ളത്, ജീവചരിത്രങ്ങളുള്ളത്. ഏതാണ്ട് 20-ലധികം ജീവചരിത്രങ്ങൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെക്കുറിച്ചുണ്ട്. ധാരാളം സാഹിത്യ മേഖലകളിലുള്ള പുസ്തകങ്ങൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെക്കുറിച്ചുണ്ട്. പക്ഷേ നമ്മളിതൊക്കെ എത്ര എണ്ണം വായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അവിടം കൊണ്ട് കഴിഞ്ഞു. അങ്ങനെയല്ല, മറിച്ച് ശ്രീനാരായണ ധർമ്മവും ഗുരുദേവ കൃതികളും ഗുരുവുമായിട്ടുള്ള വിഷയങ്ങളും ജീവചരിത്രങ്ങളുമൊക്കെ ഗുരുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന, ഗുരുവിൻ്റെ സശിഷ്യന്മാരെഴുതിയ, ഗുരുവിൻ്റെ കാലത്ത് ജീവിച്ച, ഒരേ കാലത്തിൽ ജീവിച്ച ആളുകൾ എഴുതിയ ജീവചരിത്രമൊക്കെ ഉണ്ടെന്നേ. ഇതൊക്കെ വാങ്ങി വായിക്കുകയും അതിനകത്തെ ഓരോ അധ്യായങ്ങൾ ഓരോ കുടുംബ യൂണിറ്റിലും ഓരോ ചതയത്തിലെ പ്രാർത്ഥനയ്ക്കും വർഷത്തിൽ ഒരു പ്രഭാഷകനെ വിളിക്കുന്നതോ അങ്ങനെ പ്രഭാഷകനെ വിളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മളൊക്കെ തന്നെ അതിൻ്റെ ഒരു പഠന വിഷയം കൂടെ പഠിക്കാനും കൂടി നമ്മൾ തയ്യാറാവണം. പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമുക്ക് പഠനവും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു പഠനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുരുവിനെ അറിയുവാനും ആ ഗുരുവിൻ്റെ ചരണത്തിലൂടെ സഞ്ചരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ചതയവും ഓരോ വിശേഷ ദിവസങ്ങളും നമ്മൾ ഇങ്ങനെ വളരെ ഭക്തിപൂർവം കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ ഗുരുവിൻ്റെ സ്വരൂപം നമുക്കറിയുവാൻ സാധിക്കുന്നത്. അയ്യോ, ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയെ, കയ്യേകിയിടുവതിന് കാൺകിലൊരുവൻ കാരുണ്യവാൻ ആരഹു, പയ്യാർ നീജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകേണമേ ഘനാംബു കൃപയ ഗംഗാ നദീധാമമേ എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് ശിവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളോട് ഓരോരുത്തരോടുമുള്ള ചോദ്യമുണ്ട്. നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് സാധനം വെച്ചിട്ട് ഇല്ലാത്തവൻ എന്താടാ നീ കൊടുക്കാത്തതെന്നുള്ള ഒരു ചോദ്യം കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് എത്തേണ്ടതുണ്ട്. അതാണ് ശിവനോട് ചോദിച്ചത്. തലയിൽ വെള്ളം വെച്ചേക്കുക, ഗംഗയെ വെച്ചേക്കുക, എന്നിട്ട് ഇവിടെ പാവങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ നീ? ചോദ്യമാണ്, ഗുരുവിൻ്റെ ചോദ്യമാണ് അല്ലേ? ആ ചോദ്യം ചോദിച്ച ഉടനെ ഇവർ തമ്മിൽ ശരിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മഴ പെയ്യുമോ? ഇല്ല. നമ്മളങ്ങനെ പഠിക്കണം. പെയ്യുമോ? ഇപ്പം ശിവനോട് ദേഷ്യപ്പെട്ടു, ഇപ്പം ഞാൻ എൻ്റെ വീടിന് അപ്പുറത്തെ വീട്ടിലെ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് എനിക്കൊരു 1000 രൂപ താടോ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ പുള്ളി എനിക്ക് തരുമോ? ഇല്ല. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളുടെ അടുക്കലാണെങ്കിൽ പുള്ളി തരും. അതാണ് ഗുരുവും ശിവനും. അതുകൊണ്ടായിരിക്കാം ശിവലിംഗദാസ്വാമികൾ ശിവസ്വരൂപത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ട് പറഞ്ഞത് ഓം ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശിദാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമ എന്ന് പറഞ്ഞു തന്നില്ലേ? ബ്രഹ്മത്തിന് മൂർത്തിഭാവമാണെങ്കിൽ അത് നാരായണ യതീന്ദ്രനാണെന്നും ആശ്രയിക്കുന്നവർക്ക് ശുദ്ധി വരുത്തുന്നവനാണ് എന്നും പറഞ്ഞു തന്നില്ലേ? ഗുരുവിനെ അടുത്തറിഞ്ഞ ആളാണ് ശിവലിംഗദാസ്വാമി. ആ ശിവലിംഗദാസ്വാമിക്കാണത് പറയാൻ പറ്റുക? ഇല്ലേ? ബോധാനന്ദ സ്വാമി ഗുരുവിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഗുരുവിനോടൊപ്പം ഗുരു അനന്തരഗാമിയായിട്ട് വാഴിച്ച ബോധാനന്ദ സ്വാമി പറഞ്ഞില്ലേ, നിത്യം ഗുരുവിനെ അടുത്തിരുത്തിക്കൊണ്ടാണ് പറയുന്നത്, നിത്യം ശിവൻ്റെ തിരുനാമമുരപ്പവന് സത്യം പുനർജനനമില്ലിത് നിർവിവാദം, മുക്തിക്ക് മറ്റ് വഴി എന്തിന് തേടിടുന്നു, ഭക്ത്യാ ഭജിക്ക കരണത്രേ ശുദ്ധിപൂർവം എന്ന് പറഞ്ഞു തന്നില്ലേ നമുക്ക്? നമ്മൾ പഠിച്ചോ? നിത്യം ശിവൻ്റെ കീഴിലിരിക്കുക. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇരിക്കുന്ന വേദിയിലാണ് പറയുന്നത്. നമ്മളിതൊക്കെ തിരിച്ചറിയണ്ടേ? പിന്നെയും പറഞ്ഞു തന്നില്ലേ, കൈവല്യമായ വഴി കാട്ടി വിശിഷ്ട ഭക്തി കൈവന്നിവന് പൊരുളാൽ ഇരുളാകെ നീക്കാൻ ദൈവത്തിനൊത്ത ഗുരുവരെന്ന് തന്നെയാ പറഞ്ഞത്. സാമൂഹിക പരിഷ്കർത്താവെന്നല്ല പറഞ്ഞത്, നവോത്ഥാന നായകൻ എന്നല്ല പറഞ്ഞത്, ദൈവത്തിനൊത്ത ഗുരുവരെന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടെ നടന്നവരാണ്, കൂടെ നടന്നവർ അല്ലേ? പറഞ്ഞു തന്നില്ലേ? ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു സൈഡ് വിട്ടേച്ച് ഞാൻ പോരുന്നത്. ലാസ്റ്റിൽ പറയാമെന്ന് കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ പോയത്. കുമാരനാശാൻ, ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കോലത്തുകരയിലെ ഫോട്ടോ, ആ ഫോട്ടോയെ പറ്റി കുമാരനാശാൻ നമുക്ക് വർണ്ണിച്ചു തരുന്നുണ്ട്. ഗുരുപാദ ദശകത്തിൽ ഗുരുവിൻ്റെ സ്വരൂപം എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ?
എന്നാൽ കുമാരനാശാൻ വളരെ കൃത്യമായിട്ട് ഗുരുപാദശകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, ചെന്താർ മങ്ങും മുഖം. ചെന്താർ എന്താണ്? ചുമന്ന താമരപ്പൂവ് അല്ലേ? നല്ല ചുമന്ന താമരപ്പൂവ് ഗുരുവിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചാൽ അത് മങ്ങിപ്പോകും. ചെന്താർ മങ്ങും മുഖം, ചേതന നയനയുഗം. ഞാൻ പറഞ്ഞ കണ്ണ് ഇല്ലേ, പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, രവീന്ദ്രനാഥ ടാഗോർ അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങൾ എന്ന് പറഞ്ഞത് ആ കണ്ണാണ്. ചെന്താർ മങ്ങും മുഖം, ചേതന നയനയുഗം, ചാരു നെറ്റിത്തടം, നൽപ്പൊന്താരിൽ കാന്തി പൊങ്ങും, പ്രഭയോട് പൂരു രൂമാളി ആളുന്ന പൂമൈ, ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും അല്ലേ? ദേഹം മുഴുവൻ സ്വർണ്ണവർണ്ണ നിറമുള്ള രോമങ്ങൾ. ഇനിയോ ജാനുവിന കാൽമുട്ടിനെ കഴിഞ്ഞ് നീളമുള്ള കൈകൾ. പുരുഷ സൗന്ദര്യ ലക്ഷണമാണ്. മഹാകവി കുമാരനാശാൻ നമുക്ക് പടം വരച്ച് ഞങ്ങൾ ചിന്തിച്ചു നോക്കിയൊന്ന്, ആ ഗുരുവിൻ്റെ സ്വരൂപം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കോലത്തുകരയിൽ കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് വരച്ച ഫോട്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഒരു സന്യാസി, നിങ്ങളുടെ ഒരു മോഡലായിട്ടുള്ള ഒരു സന്യാസി ആരെന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും സാറേ? വിവേകാനന്ദ സ്വാമി എന്ന് പറയും ഇല്ലേ? ചെറുപ്പക്കാരനാണ്, യൂത്താണ്, അത്യാവശ്യം ഒരാൾ തല്ലാൻ വന്നാൽ തടഞ്ഞു വയ്ക്കാനൊക്കെയുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ട് വിവേകാനന്ദ സ്വാമിയുടെ ഫോട്ടോ കണ്ടാൽ ഇല്ലേ? നല്ല കെട്ടൊക്കെ കെട്ടി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അല്ലേ? ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വിവേകാനന്ദ സ്വാമിയുടെ ഫോട്ടോ അല്ലേ? അത് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് നമ്മളുടെ മക്കളെല്ലാം, എൻ്റെ സഹോദരങ്ങളെല്ലാം യൂത്ത് ഐക്കണായിട്ട് ഒരു സന്യാസിയെ പറയാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയും, ഒരു സംശയവുമില്ല. പക്ഷേ അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിക്കുന്ന 1988 32 വയസ്സുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ ഒന്ന് ഓർത്തു നോക്കി. കുമാരനാശാൻ പറഞ്ഞ ഈ രീതിയിലുള്ള കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് വരച്ച കോലത്തുകരയിലെ ഫോട്ടോയിലുള്ള ഒരു ഗുരുവിനെ ഒന്ന് അമ്മമാരെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അങ്ങനെ ഒരു ഗുരുവുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഗുരുവുണ്ട്. ആ ഗുരുവാണ് കുമാരനാശാൻ. അതാണ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. ചെന്താർ മങ്ങും മുഖം, ചേതന നയനയുഗം, ചാരു നെറ്റിത്തടം, നൽപ്പൊന്താരിൽ കാന്തി പൊങ്ങും, പ്രഭയോട് പുരു രോമാളി ആളുന്ന പൂമൈ, ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും, തുങ്കഭക്തിയാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ. അതിൻ്റെ അവസാന വാക്കു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുരുചരണയുഗം സന്തതം തൊഴുവാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ള ഇനിയും മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഗുരുവിൻ്റെ ചരണത്തിലൂടെ, ഗുരുപാദങ്ങളിലൂടെ ഗുരുവിനെ അറിയുവാനും ഗുരുവിനെ പഠിക്കുവാനും ഉള്ള ഒരു ശ്രമത്തിലൂടെ നിങ്ങൾക്ക് പോകുവാൻ കഴിയണം. 1903 അരുവിപ്പുറത്ത് നിന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഡോക്ടർ പൽപ്പുവിലൂടെയും കുമാരനാശാനിലൂടെയും നമ്മൾക്ക് പകർന്നു നൽകിയ ഒരു ദീപമുണ്ട്. ശ്രീനാരായണ ധർമ്മം എന്ന ഒരു ദീപം. അതിന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിലെത്തി നിൽക്കുകയാണ്. അത് ചുമ്മാതാണെന്ന് ആരും വിചാരിച്ചാൽ നാളെ കാലത്തിനോട് കണക്ക് പറയേണ്ടതായിട്ട് തന്നെ വരും. മറിച്ച് ആ ദീപം കെടാതെ തിരിതാഴാതെ നമുക്ക് നോക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മളുടെ ജന്മപുണ്യമാണെന്നും നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് പോലും അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഒരു കുട പോലെ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. ഇന്ന് ഇങ്ങനെയൊരു അവസരത്തിൽ എന്നെ ഇവിടെ ക്ഷണിച്ച ഇവിടുത്തെ വനിതാ സംഘത്തിനോടും ഈ ശാഖയോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മം ആ ചന്ദ്രതാരം പ്രശോഭിക്കട്ടെ.